സോഫിയ ഇനി നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അതിനുവേണ്ടി സോഫിയെ ആദരവും ക്ഷണിച്ചോളൂ. ബഹുമാന്യനായ അധ്യക്ഷൻ, ഈ ബഹുജന കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച പ്രിയങ്കരനായ MLA സഖാവ് എൻ സംശയം, കൊണ്ടോട്ടി പാർട്ടിയുടെ അമരക്കാരൻ സഖാവ് പ്രമോദദാസ്, വേദിയിലും സദസ്സിലുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, എൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഉദ്ഘാടക പ്രാസംഗികൻ ബഹുജന കൂട്ടായ്മയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെയും ജനാധിപത്യത്തെയും തച്ചു തകർത്തുകൊണ്ട് രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കൊരു കടലാസ് തുണ്ടിന്റെ വില പോലും കൽപ്പിക്കാതെ 7 വർഷത്തിലധികമായി ഇന്ത്യ രാജ്യത്തിനകത്ത് അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വർഗീയതയുടെ വിഷവിത്തുകളുമായി ഇന്ത്യൻ മണ്ണിലേക്ക് ചേക്കേറുന്നതിനു വേണ്ടി എല്ലാ കുതന്ത്രങ്ങളും സ്വീകരിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ RSS ഉയർത്തുന്ന അത്തരം വർഗീയതകളെ ചെങ്കൊടി പാറിക്കളിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിന്റെ മണ്ണിലേക്ക് കടക്കാൻ അനുവദിക്കില്ല എന്ന് സധൈര്യം ഉറക്കെ കരുത്തോടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും നമ്മുടെ നാടിനകത്തുണ്ട്. നമ്മുടെ നാട് 2 റാലികളാണ് ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് എന്ന് അവര് പറയുന്ന എന്ന് പറഞ്ഞത് കോൺഗ്രസിനെ ചെറുതാക്കിയത് കൊണ്ടല്ല. ഈ രാജ്യത്തിന്റെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ മുഖ്യ പങ്ക് വഹിച്ച പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം പിന്നിടുന്ന സമയത്ത് 52 കൊല്ലവും ഇന്ത്യ ഭരിച്ച പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇന്ന് എന്താണ് കോൺഗ്രസ് എന്ന് നമ്മുടെ കുട്ടികളോട് പരീക്ഷയ്ക്കൊരു ചോദ്യം ചോദിച്ചാൽ BJPയിലേക്ക് ആളെ കൂട്ടുന്ന റിക്രൂട്ടിംഗ് ഏജൻസിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിന്റെ നേതാവായ രാഹുൽ ഗാന്ധി ജയ്പൂരിലെ ഒരു റാലിയിൽ പങ്കെടുത്തുകൊണ്ട് ഇനി ഹിന്ദുക്കളുടെ ഭരണമാണ് വേണ്ടത്, അതിനെ കോൺഗ്രസിനെ ജയിപ്പിക്കണമെന്ന് ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിൽ നിന്നുകൊണ്ട് മടിയില്ലാതെ വിളിച്ചു പറയുക. RSS എന്താണോ പറയുന്നത് അതേ കുപ്പായത്തിന്റെ മേലെ മറ്റൊരു ഓവർകോട്ട് ഇട്ട് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ പാർട്ടി എന്ന് ഞങ്ങളും നിങ്ങളും ഈ നാടടക്കം വിശ്വസിച്ചിരുന്ന കോൺഗ്രസിന്റെ നേതാവ് ഹിന്ദു രാജ്യം പണി കഴിപ്പിച്ചാലേ ഇന്ത്യയെ രക്ഷപ്പെടുത്താൻ കഴിയൂ എന്ന് പറയുമ്പോ എന്താണ് നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് ഇന്ത്യൻ ജനതക്കൊന്ന് പറഞ്ഞു തരേണ്ടതുണ്ട്. സത്യത്തിൽ എപ്പോഴും എനിക്കും ഈ രാജ്യത്തെ ജനതയെ കുറിച്ച് ആലോചിക്കുമ്പോൾ സഹതാപം തോന്നാറുണ്ട്. കാരണം രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടി 75 കൊല്ലം കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. ആ 75 കൊല്ലം കഴിഞ്ഞ ഒരു ഇന്ത്യ രാജ്യത്തിനകത്ത് രാജ്യത്തിന്റെ വികസന പുരോഗതിയെ കുറിച്ച്, ആധുനിക സാങ്കേതിക വിദ്യകളെ കുറിച്ച്, മറ്റു ലോകരാജ്യങ്ങളെ വെല്ലുന്ന കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ട ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് ഇന്നും നാം വേവലാതിയോടെ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖത്തിലെ മതനിരപേക്ഷത നഷ്ടപ്പെടുമോ എന്ന വേവലാതിയിൽ 135 കോടി ജനത ജീവിക്കാം. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു ഭാഗത്ത് ഹിന്ദു രാജ്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് BJPയുടെ കൂടെ കൂടുന്ന സമയത്ത് ആ BJPയെയും RSSനെയും ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഈ നാടിനെ ജനാധിപത്യത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ കൂടെ നിൽക്കേണ്ട മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി മറ്റൊരു റാലി സംഘടിപ്പിച്ച് കോഴിക്കോട് കൂടുകയുണ്ടായി.
ഷംസീർ സഖാബ് സൂചിപ്പിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. കോഴിക്കോട് വഖഫ് സംരക്ഷണ റാലിയാണ് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ചത്. ഞാൻ ആലോചിച്ചു, എന്തേ ലീഗിന് ഇത്ര ഹാലിളക്കം വരാൻ? ലീഗ് അങ്ങനെ മുസ്ലിങ്ങളെ സംരക്ഷിക്കുക എന്ന് വോട്ടിന്റെ സമയത്തൊക്കെ മുസാഫ് തൊടിയിപ്പിക്കാറുണ്ടെങ്കിലും സിറാത്ത് പാലത്തെ കുറിച്ച്, യാസീനെ കുറിച്ച്, ആയത്തുൽ കുർസീനെ കുറിച്ചൊക്കെ വാത്തോരാതെ തെരഞ്ഞെടുപ്പ് വേളകളിൽ വീട് വീടാന്തരം കയറി പ്രസംഗിക്കാറും ലഘുലേഖ കൊടുക്കലുണ്ടെങ്കിലും ആ ഒരു സംരക്ഷണം എന്നുള്ള രീതിയിൽ മുസ്ലിം ലീഗ് എന്തേ ഇത്ര ബേജാറായി, ഒരു ഹാലിളക്കത്തിന് തയ്യാറായി എന്ന് ഈ മലപ്പുറത്ത് നിന്ന്, ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് പഠിക്കുമ്പോൾ സംഗതി മനസ്സിലാവും. മുസ്ലിം ലീഗിന് എത്രയോ അവസരങ്ങൾ ഇത്തരം ഹാലിളക്കത്തിന് കേരളത്തിന്റെ മണ്ണിൽ അവസരമുണ്ടാകിയിരുന്നു. ഒന്ന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിരുന്ന രാജീവ് ഗാന്ധി ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ആ പ്രധാനമന്ത്രി കോൺഗ്രസും മുസ്ലിം ലീഗും ഒരുമിച്ച് ഭരണം കൈയാളുന്ന സമയത്ത് മതനിരപേക്ഷതയുടെ തൂണായി അറിയപ്പെടുന്ന ബാബരി മസ്ജിദിന്റെ ഉള്ളിൽ രാമവിഗ്രഹം കോൺഗ്രസിന്റെ ഗവൺമെന്റിന്റെ സഹായത്താൽ RSS കൊണ്ടുവെക്കുന്ന സമയത്ത് ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് സംരക്ഷണമേകാൻ ഒരു റാലിയും അവർക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരന്നും കോൺഗ്രസിന്റെ കൂടെ അടിയുറച്ചു നിന്നവരായിരുന്നു. 1992 ഡിസംബർ 6-ാം തീയതി മതനിരപേക്ഷതയുടെ തൂണായി അറിയപ്പെടുന്ന ബാബരി മസ്ജിദിന്റെ മിനാരങ്ങൾ തകർത്ത് തരിപ്പണമാക്കുമെന്ന് RSSന്റെ കല്യാൺ സിംഗും അദ്വാനിയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ രഥയാത്ര സംഘടിപ്പിച്ചുകൊണ്ട് പൊതുയോഗത്തിനകത്ത് പള്ളി പൊളിക്കുമെന്ന് പച്ചക്ക് ഒരു രാജ്യത്തിനകത്ത് നിന്ന് പറഞ്ഞ് ഒരു മാസം മുമ്പ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ കയ്യിൽ നോട്ടീസ് കൊടുത്തു. ഈ കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ നടക്കം RSSകാർ നല്ല ചുട്ടെടുത്ത ഇഷ്ടിക പൂജിച്ച് പ്രത്യേക ട്രെയിൻ ഏർപ്പാടാക്കി യാത്രയപ്പ് നൽകി റെയിൽവേ സ്റ്റേഷനിൽ ജയ് ശ്രീറാം വിളിച്ച് യാത്രയാക്കി ആ പള്ളി പൊളിച്ച് തിരിച്ചു വരുന്നത് വരെ മൗനം പാലിച്ച കോൺഗ്രസിന്റെ കൂടെ അടിയുറച്ചു നിന്നവരാണ് മുസ്ലിം ലീഗ്. ആ അടിയുറച്ചു നിൽക്കുമ്പോ ഒരു രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന് എനിക്കുറപ്പുണ്ട്, രാജ്യത്തിന്റെ പട്ടാളത്തെ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം വന്ന് തകർത്തതല്ല, ധാരാളം ജാഥകൾ നടത്തി തകർക്കും എന്ന് ഇന്ത്യ രാജ്യത്തിനകത്ത് തുടർച്ചയായി പറഞ്ഞ RSSന്റെ അത്തരം ഒരു പ്രവർത്തനത്തെ തടയാൻ ഈ രാജ്യത്തിന്റെ പട്ടാളത്തെ ഉപയോഗിച്ചുകൊണ്ട് ആ പള്ളിക്ക് അന്ന് കോൺഗ്രസ് ഭരിക്കുന്ന ഗവൺമെന്റ് ഒന്ന് കാവൽ നിന്നിരുന്നുവെങ്കിൽ അത് സംഭവിക്കുമായിരുന്നു. സംഭവിച്ചു പോയതിനു ശേഷമെങ്കിലും അവരുടെ കൂട്ടത്തിൽ നിന്നാണ് ബഹുമാന്യനായ ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബ് അടക്കമുള്ളവര് ഞങ്ങൾക്ക് കോൺഗ്രസുമായി ഇനിയും ചേർന്ന് നിൽക്കാൻ ആകുന്ന മുസ്ലിം ലീഗിന്റെ ഒപ്പം നിൽക്കാൻ കഴിയില്ല, ഞങ്ങൾ പോകുകയാണ് എന്ന് പറയുമ്പോഴെങ്കിലും കൂടെ ഇറങ്ങുമെന്ന് ഈ മലപ്പുറത്തെ കേരളത്തിലെ ജനത ലീഗിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ചെയ്തില്ല. നിങ്ങൾ ഒരു സംരക്ഷണവും സംഘടിപ്പിച്ചില്ല. അത് കഴിഞ്ഞ് അതൊക്കെ പഴയതാണ് എന്ന് ലീഗ് പറയുകയാണെങ്കിൽ 1.5 മാസം മുമ്പാണ് തലശ്ശേരിയുടെ മണ്ണിനകത്ത് RSSകാര് ഒരു മുദ്രാവാക്യം ഉയർത്തിയത്. എന്താ മുദ്രാവാക്യം? 5 വക്ത് നിസ്കരിക്കുന്ന പള്ളി ഇനി ഉണ്ടാവില്ല, 5 വക്ത് ബാങ്ക് വിളി കേൾക്കുന്ന പള്ളി ഇനി ഉണ്ടാകില്ല എന്ന് RSS പരസ്യമായി പറയുന്ന മുദ്രാവാക്യം ഉയർത്തുന്ന സമയത്ത് എന്തേ മുസ്ലിം ലീഗുകാർ ഒരു സംരക്ഷണ റാലി എവിടെയും സംഘടിപ്പിക്കാതെ പോയത്? നിങ്ങൾ ഇസ്ലാമിന്റെ സംരക്ഷകരാണെങ്കിൽ എന്തേ ഒരു സംരക്ഷണ റാലി നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ കഴിയാതെ പോയത്? നിങ്ങൾ സംഘടിപ്പിച്ചില്ല. കാരണം അടുത്ത പഞ്ചായത്ത് വാഴക്കാട് തെരഞ്ഞെടുപ്പ് വരുമ്പോ, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോ, കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിലേക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോ BJPയുടെ 10-20 വോട്ടുകൾ ഒരു വാർഡിനകത്ത് നിങ്ങൾ ഇങ്ങനെ മറിച്ച് അധികാരത്തിലെത്തണമെങ്കിൽ നിങ്ങൾക്ക് അവരുടെ സഹായം വേണം. ആ സഹായത്തിന്റെ സ്നേഹം നിങ്ങൾ പ്രകടിപ്പിച്ചത് ഞങ്ങൾ കണ്ടതെന്നാന്നറിയോ? ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി പ്രകാരം ശബരിമല വിധി വന്നപ്പോ ഹിന്ദു മതത്തിനകത്ത് ധ്രുവീകരണം ഉണ്ടാക്കിക്കൊണ്ട് RSS ഈ നാട്ടിലെ ഹിന്ദു മത വിഭാഗത്തിലെ ഒരു വിഭാഗത്തെ RSSന്റെ കൂടെ അണിനിരത്തിക്കൊണ്ട് ഇതേ കൊണ്ടോട്ടിയുടെ മണ്ണിലൂടെ ജാഥ സംഘടിപ്പിച്ചപ്പോ ആ ജാഥ ഉദ്ഘാടനം ചെയ്തു കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവല്ല,
മുസ്ലിം ലീഗിന്റെ നേതാവ് കൊണ്ടോട്ടിയിൽ ഉദ്ഘാടനം ചെയ്തു, മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്തു. ക്ഷീണിച്ചവശരായ ജാഥ അംഗങ്ങൾക്ക് നാരങ്ങ വെള്ളം വരെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുത്തത് മുസ്ലിം ലീഗുകാരായിരുന്നു. ആ മുസ്ലിം ലീഗുകാര് അതേ നാണയത്തില് അവർ തലശ്ശേരിക്കകത്ത് തിരിച്ചടിക്കുമ്പോ എന്തേ നിങ്ങൾ ഉണ്ടാതെ പോയത്? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംശയം സൂചിപ്പിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. അപ്പോ ലീഗിന്റെ ഇപ്പോഴത്തെ ബേജാർ എന്താ? അപ്പൊ ഇതൊന്നും മുസ്ലിങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ആ വിഭാഗത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടമല്ല സംഘടിപ്പിക്കുന്നത് എന്ന് പ്രിയപ്പെട്ട മതവിശ്വാസികളടക്കം മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന മനുഷ്യർ മനസ്സിലാക്കണം. കാരണം 2016 വഖഫ് ബോർഡ് ഒരു തീരുമാനമെടുക്കണം. എന്താണ് തീരുമാനം? ഒരു ആലോചന. ആ ആലോചനക്കകത്ത് ഈ കേരളത്തിലെ ഗവൺമെന്റിന് പങ്കില്ല. ഞാനൊരു ബോർഡിന്റെ മെമ്പറാണ്. ആ ബോർഡിനകത്ത് ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ ബോർഡിനകത്തെ 14 മെമ്പർമാരാണ് എൻ്റെ ബോർഡിനകത്ത്, ഞാൻ നിൽക്കുന്ന ബോർഡിനകത്തുള്ളതെങ്കിൽ ഞങ്ങൾ കൂടി ഒരു തീരുമാനമെടുത്തത് ഗവൺമെന്റിനെ ഞങ്ങളുടെ പൂർണ്ണ സമ്മതത്തോടെ അറിയിച്ചാൽ അത് നടപ്പിലാക്കാൻ കഴിയുമോ എന്ന് പരിശോധിച്ച് ചർച്ച ചെയ്തത് നടപ്പിലാക്കുന്ന ഉത്തരവാദിത്തമാണ് ഗവൺമെന്റിനുള്ളത്. അതുപോലെ വഖഫ് ബോർഡിനകത്ത് മുസ്ലിം ലീഗിന്റെ മെമ്പർമാരടക്കം ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ വഖഫ് ബോർഡിന്റെ ജീവനക്കാരെ, അത് മുസ്ലിങ്ങളെ മാത്രം 125ഓളം വരുന്ന ജീവനക്കാരെ PSC മുഖാന്തിരം യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നിയമിക്കണം. അതിന് ഗവൺമെന്റിലേക്ക് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു. മുസ്ലിം ലീഗ് ആ നിയമനത്തെ എതിർത്തിട്ടില്ല. എന്താ മുസ്ലിം ലീഗ് പറഞ്ഞത്? മുസ്ലിം ലീഗ് പറഞ്ഞു, ഇപ്പൊ നിലവിലുള്ള ജോലിക്കാരെ സ്ഥിരപ്പെടുത്തണം. പിന്നീട് 2018 അത് ഗവൺമെന്റിലേക്ക് കൊടുക്കാൻ നിൽക്കുമ്പോഴും മുസ്ലിം ലീഗ് നിയമനത്തെ എതിർത്തിട്ടില്ല. എന്താണ് ഇപ്പൊ മുസ്ലിം ലീഗിനെ എതിർക്കാൻ കാരണം? അവരിപ്പൊ നിക്കക്കള്ളില്ലാതെ നിൽക്കുകയാണ്. ഒന്ന്, തുടർച്ചയായി ഒരിക്കലും കേരളത്തിനകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു പക്ഷം ഭരിക്കാറില്ല. പക്ഷെ ചരിത്രം വഴിമാറി ഇടതുപക്ഷം 99 സീറ്റോടുകൂടി അധികാരത്തിൽ വന്നപ്പോ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ 10 കൊല്ലം ഭരണരംഗത്ത് നിന്നും മാറി നിന്ന അനുഭവമില്ലാത്ത ലീഗ് അതിനകത്ത് വെപ്രാളം പൂണ്ട് നടക്കുകയാണ്. 2, കേരള ബാങ്കിൽ ജില്ലാ ബാങ്കിനെ ലയിപ്പിക്കാതെ അവരതിനെ സ്വന്തമാക്കി വെച്ച് അവസാനം കോടതിയുടെ തീരുമാന പ്രകാരം വരുമ്പോ അവരുടെ കക്ഷത്തിരിക്കുന്ന അടുത്ത മുതലും പോകുകയാണ്. പിന്നെയുള്ളത് എന്താണ്? വഖഫ് ബോർഡാണ്. ആ വഖഫ് ബോർഡിനകത്ത് അള്ളാഹുവിന്റെ ഭൂമിയാണ്. അതിനകത്ത് മറ്റൊരു അവകാശമില്ല. അത് ആ വഖഫ് പള്ളി കമ്മിറ്റിക്ക്. ഇപ്പൊ ഞങ്ങളെ നാട്ടില് ഒരു കാദിറാജി ഉണ്ട്. ആ കാദിറാജി മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ മക്കൾക്ക് എഴുതി വെച്ചതിനേക്കാൾ കൂടുതൽ, ഞാൻ അദ്ദേഹത്തിന്റെ മകനോട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, സ്ഥലം എത്രയാണ്? 1 ഏക്കറും 1 സെന്റ് സ്ഥലവും ഞങ്ങളെ നാട്ടില് ഖബർസ്ഥാനിന് വേണ്ടിയിട്ട് അദ്ദേഹം വഖഫിലേക്ക് അദ്ദേഹം സ്വത്ത് ദാനം ചെയ്യാൻ, വഖഫ് ചെയ്യാൻ. ഇന്ന് 6 കിലോമീറ്റർ മയ്യത്തുമായി ചുമന്നു പോകേണ്ടിയിരുന്ന ഞങ്ങളുടെ നാട്ടിൽ 1.5 കിലോമീറ്ററിനുള്ളിൽ നടന്നു പോയി മയ്യത്ത് ഖബറടക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നിട്ടാണ് ആ നല്ല മനുഷ്യൻ നമ്മോട് വിട പറഞ്ഞു പോയത്. അങ്ങനെ ആയിരക്കണക്കിന് വരുന്ന ഇസ്ലാം മത വിശ്വാസികൾ ഒരു നയാ പൈസ പോലും ചെലവാക്കാതെ, അല്ലെങ്കിൽ ഇസ്ലാം മത വിശ്വാസികളിൽ നിന്നും ആ മതത്തെ സ്നേഹിക്കുന്നവരിൽ നിന്നും പണം പിരിച്ചെടുത്ത് പള്ളിക്ക് വേണ്ടി വാങ്ങിയ സ്വത്ത്, അത് അള്ളാഹുവിന്റെ സ്വത്താണ്, അത് അള്ളാഹുവിനുള്ളതാണ്. അത് കാലാകാലമായി ഇനി എത്ര കാലം ഇവിടെ ഈ ഭൂമിക്കകത്ത് മനുഷ്യൻ ഉണ്ടാകുന്നുവോ ആ കാലം അത്രയും ഇസ്ലാം മത വിശ്വാസികൾക്ക് ഉപയോഗിക്കേണ്ട സ്വത്താണ് വഖഫ് സ്വത്ത്. ആ വഖഫ് സ്വത്ത് സംരക്ഷിക്കാൻ എന്ന വ്യാജേന ഇവരുടെ ജനറൽ സെക്രട്ടറി PMS സലാം ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറയുന്നു, ഞങ്ങൾ പള്ളിക്കകത്ത് രാഷ്ട്രീയ പൊതുയോഗം നടത്തി മിമ്പറയിൽ നിന്നും കുത്തുബ കഴിഞ്ഞിറങ്ങുമ്പോ ഞങ്ങൾ ഇത് വിശദീകരിക്കും. സ്വാഭാവികമായും ഇസ്ലാം മതത്തിന്റെ കാര്യങ്ങൾ പറയാൻ ഏറ്റവും അർഹതയുള്ള, പ്രത്യേകിച്ചും ഏറ്റവും കൂടുതലുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതുപോലെ തന്നെ AP കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ സുന്നി വിഭാഗവും AP വിഭാഗവും ഒക്കെ നിശിതമായി അതിനെ എതിർത്തു. കാരണം പള്ളി എന്നുള്ളത് മുസ്ലിം ലീഗുകാരനുള്ളതല്ല,
ഇസ്ലാം മത വിശ്വാസിയായി ഞാൻ എൻ്റെ രക്ഷിതാവ് ആരാണോ അതാണ് എൻ്റെ മതം എന്ന് പറയുന്നത്. ഓരോരുത്തരുടെയും മതം അങ്ങനെയാണ്. പിന്നീട് കുറച്ചു പേരൊക്കെയാണ് ചില മതങ്ങളെ കുറിച്ച് പഠിച്ച് മതപരിവർത്തനം ചെയ്യുന്നത്. ബഹുഭൂരിപക്ഷവും നമ്മുടെ രക്ഷിതാക്കൾ ഏതാണോ മതം ആ മതത്തിനകത്ത് വിശ്വസിച്ച് ജീവിക്കുന്നവരാണ്. അതിനകത്ത് ലീഗുകാരനുണ്ടാകാം, കോൺഗ്രസ്സുകാരനുണ്ടാകാം, കമ്മ്യൂണിസ്റ്റുകാരനുണ്ടാകാം, ജനതാദളുകാരനുണ്ടാകാം, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാത്തവനുണ്ടാകാം. ഇന്ന് വരെ തെരഞ്ഞെടുപ്പിനകത്ത് ബാലറ്റ് പേപ്പറിനകത്ത് അവനവന്റെ കൈവിരലിൽ മഷി പുരട്ടി വോട്ട് ചെയ്യാത്ത മതവിശ്വാസി ഉണ്ടാകും. പക്ഷേ ആ മതവിശ്വാസി ഉപയോഗിക്കുന്ന പള്ളിക്കകത്ത് ലീഗിന്റെ പൊതുയോഗത്തിന് സമ്മതിക്കില്ല. ലീഗിന് പറയാനുള്ളത് രാഷ്ട്രീയ വേദികൾ ഉണ്ടാക്കി പറയാൻ പൊതുയോഗപ്പം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞത് കഴിഞ്ഞാൽ ഈ നാട്ടിൽ തന്നെ ഉണ്ട്, നടത്താം, അതുകൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോ ലീഗ് ഇങ്ങനെ പിടിച്ചടക്കിയിരുന്ന ഈ മുതല് കൈവിട്ട് പോകും എന്നായപ്പോ ആ ജാള്യത മറക്കാൻ കോഴിക്കോട് കടപ്പുറത്ത് ഇവരൊരു പരിപാടി സംഘടിപ്പിച്ചു. ആ പരിപാടിക്കകത്ത് KM ഷാജി എന്ന മുസ്ലിം ലീഗിന്റെ നേതാവ്, എന്റെ സുഹൃത്തായ സുമേഷ്, അഴീക്കോട് നിന്ന് തോൽപ്പിച്ച KM ഷാജി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് അവിടെ പ്രസംഗിച്ചിട്ട് പറഞ്ഞു, മതമല്ല പ്രശ്നം. ഇതാണ് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത്. പക്ഷെ ലീഗിന് മതമാണ് പ്രശ്നം. മതത്തെ കുറിച്ച് പഠിച്ച ആളുകൾ പറയട്ടെ. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഏറ്റവും ബഹുമാന്യൻ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, ഖലീൽ ബുക്കാരി തങ്ങൾ, അങ്ങനെ തീർച്ചയായും മതത്തെ കുറിച്ച് പഠിച്ച എത്രയോ മഹത്തുക്കളായ പണ്ഡിതന്മാർ ഈ കേരളത്തിന്റെ മണ്ണിൽ ഇസ്ലാം മതത്തെ നയിച്ചു മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ KM ഷാജി പറഞ്ഞിടത്ത് തെറ്റിയില്ലേ? നിങ്ങൾ എന്തേ മുഴുവൻ പറയാത്തത്? മതമല്ല പ്രശ്നം. അവസാനിപ്പിച്ചിട്ടില്ല. എരിയുന്ന വയറിന്റെ തീയാണ് പ്രശ്നം. അതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ പറയാറുള്ളത്. എന്താ എരിയുന്ന വയറ്? കോവിഡ് കാലത്ത് 1.25 വർഷം വീടിനകത്തെ നാഥക്ക് പണിക്ക് പോകാൻ കഴിയാതെ ഈ കേരളത്തിന്റെ മണ്ണിൽ മാസ്ക് ഇട്ട് ഗ്യാപ്പ് ഇട്ട് പുറത്തിറങ്ങാൻ കഴിയാതെ നിന്ന സമയത്ത് 87 ലക്ഷം വരുന്ന കുടുംബങ്ങളുടെ അടുക്കളയിലേക്ക് സൗജന്യമായി ഭക്ഷ്യധാന്യ കിറ്റ് എത്തിച്ച് പട്ടിണി മാറ്റിയ ഗവൺമെന്റ്. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ നാട്ടിലെ തെരുവ് പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞ, തെരുവ് മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞ, അമ്പലത്തിലെ കുരങ്ങന്മാർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞ, ഈ നാട്ടിലേക്ക് ജോലി ചെയ്യാൻ വന്ന 3,52,182 അതിഥി തൊഴിലാളികൾക്ക് ഭക്ഷണം കമ്മ്യൂണിറ്റി കിച്ചണിലൂടെ കൈകളിൽ ഭക്ഷ്യധാന്യ കിറ്റ് എത്തിച്ച് പട്ടിണി മാറ്റും എന്ന് തന്നെയാണ് മുൻഗണന. മതം എന്നുള്ളത് വ്യക്തിപരമാണ്. അവനവന്റെ ഏത് മതത്തിലും ഇന്ത്യ രാജ്യത്തിനകത്ത് ആർക്കും വിശ്വസിക്കാം, അതിന്റെ ആരാധനാ കർമ്മങ്ങൾ ചെയ്യാം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങൾക്കുമുള്ള സൗകര്യം ഈ കേരളത്തിന്റെ മണ്ണിൽ കേരളത്തിലെ ഗവൺമെന്റ് ഒരു തടസ്സവും കൂടാതെ ഒരു പ്രയാസത്തിനും ഇടവരുത്താതെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബേജാറും കേരളത്തിലെ ജനങ്ങൾക്കില്ല. പിന്നെ ഞങ്ങൾ പ്രസംഗിച്ചത് റിയാസിന്റെ കല്യാണക്കാരിയാണ്. അതിന്റെ മറുപടി ഞാൻ ഇപ്പൊ പറയണില്ല. ചരിത്രം ഇങ്ങനെ പരിശോധിച്ചാൽ ഒരുപാട് പറയേണ്ടി വരും. അത് കമ്മ്യൂണിസ്റ്റുകാരുടെ സംസ്കാരത്തിന് ചേർന്നതല്ല എന്നുള്ളത് കൊണ്ട് ആ വിഷയം പറയാം. എന്നിട്ട് ഇവര് മുസ്ലിം ലീഗിന്റെ കമ്മിറ്റി കൂടിയിട്ട് പറയാ, കല്ലായി അബ്ദുറഹ്മാനെ പ്രസംഗിക്കാൻ ഞങ്ങൾ ഏൽപ്പിച്ചിരുന്നില്ല, എന്നാ കുമ്മനടിച്ചു വന്നതാവും. മൂപ്പരെ പ്രസംഗിക്കാൻ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളാരും മൂപ്പരെ പറഞ്ഞിട്ടില്ല. നിങ്ങളെ വേദിക്കകത്ത് പ്രസംഗിക്കുമ്പോ നിങ്ങൾക്ക് കുമ്മനടിച്ച ഭാവമൊന്നും അല്ലായിരുന്നു. റിയാസിന്റെ കല്യാണക്കാരും അവിടെ വിളിച്ചു പറയുമ്പോ സ്റ്റേജിൽ ഇരിക്കുന്നവൻ തൊട്ട് ആ സദസ്സിലിരിക്കുന്ന മുഴുവൻ ആളുകളും കയ്യടിക്കായിരുന്നു. പിന്നെയാണ് നിങ്ങൾക്ക് ബോധം വന്നത്, പറയാൻ പാടില്ല, ഞങ്ങൾ ജീവിക്കുന്നത് ഇസ്ലാമിക രാഷ്ട്രത്തിനകത്തല്ല, ഞങ്ങൾ ജീവിക്കുന്നത് ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിലാണ് എന്ന് തിരിച്ചറിഞ്ഞ് കേരളീയ ജനത നിങ്ങളെ ബോധ്യപ്പെടുത്തിയപ്പോ നിങ്ങളിപ്പോ തിരിച്ചു പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ പറയുന്നതിന്റെ ബേജാറ് ഒന്നെന്താണെന്നറിയോ? ഒരുപാട് പള്ളീന്റെ കാര്യം പറയാണ്ട് നേരം വെളുക്കോളം പറയേണ്ടി വരും. അതിലേക്ക് ഞാൻ പോണില്ല. ഇപ്പൊ വഖഫ് ബോർഡിന്റെ ചെയർമാൻ സഖാവ് TK ഹംസാക്കയാണ്. ഹംസാക്ക വളരെ കൃത്യമായി പറഞ്ഞു,
വഖഫിൽ 12,000 സ്ഥാപനങ്ങൾ കേരളത്തിന്റെ മണ്ണിലുണ്ട്. ആ 12,000 സ്ഥാപനങ്ങളിൽ 327ഓളം വരുന്ന പരാതികൾ വഖഫ് ബോർഡിന് കിട്ടിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വഖഫ് ബോർഡ് 14 ജില്ലകളിലും പരിശോധന നടത്തി അള്ളാന്റെ ഭൂമി അള്ളാക്കും, കട്ട ഭൂമി ഉണ്ടെങ്കിൽ തിരിച്ചു പള്ളിക്കും കൊടുക്കുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. 7 ജില്ലയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. 7 ജില്ലയിൽ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൂർത്തീകരിച്ച ജില്ല എന്ന് വരുന്ന കണക്കുണ്ട്. ഒന്ന് കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂര്. ആ തൃക്കരിപ്പൂരിലെ ജമാഅത്ത് കമ്മിറ്റി അവിടുത്തെ മതവിശ്വാസികളിൽ നിന്നും പണം പിരിച്ച് 4 ഏക്കർ 15 സെന്റ് സ്ഥലം ജമാഅത്ത് കമ്മിറ്റിക്ക് വേണ്ടി വാങ്ങാൻ. ആ വാങ്ങിയ ഭൂമിക്കകത്ത് 16,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു കെട്ടിടം, 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ആസ്പെറ്റോ ഷീറ്റിട്ട മറ്റൊരു കെട്ടിടം, അതിന് പുറമെ സുന്ദരമായ ഒരു പള്ളിയും പണി കഴിപ്പിക്കാണ്. ചുരുക്കത്തിൽ ആ ഭൂമിക്ക് കണ്ണും പൂട്ടി 6 കോടി ഉറുപ്പ്യ കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഭൂമിയാക്കിയിട്ട് ആ ജമാഅത്ത് കമ്മിറ്റി മാറ്റുകയാണ്. അങ്ങനെ ആ ജമാഅത്ത് കമ്മിറ്റിയുടെ ഭൂമി കാസർഗോഡ് ജില്ല മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി അംഗവും ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് വീരനും ഇപ്പോൾ ജയിലിൽ കിടക്കുന്നതുമായ പൂക്കോയ തങ്ങൾ സാഹിബ്, മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റും കമറുച്ച എന്ന് അവരും കമറുദ്ദീൻ എന്ന് നമ്മളും വിളിക്കുന്ന കാസർഗോഡിന്റെ മുൻ MLAക്ക് ഇവർ രണ്ടാളും കൂട്ടുകച്ചവടം നടത്തി 6 കോടിന്റെ മുതല് 30 ലക്ഷത്തിന് കച്ചവടാക്കണം. ഒരാളും അറിയുന്നില്ല. പക്ഷെ പിന്നീട് കിസ എന്ന് പറയുന്ന സാംസ്കാരിക സംഘടനയും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും ആധാരം നോക്കുമ്പോ കാണാനില്ല, തപ്പാൻ തുടങ്ങി. അങ്ങനെ തെരഞ്ഞ് വഖഫ് ബോർഡിനകത്ത് പരാതി കൊടുത്തു. കേരളത്തിന്റെ മീഡിയകളിൽ ചർച്ച വന്നപ്പോ നമ്മളെ ഇവിടുത്തെ വലിയ തങ്ങള് ചെറിയ തങ്ങളെ വിളിച്ചിട്ട് ചോദിച്ചു, പോക്കായ മോനെ നിങ്ങൾ ആ പള്ളീന്റെ മോനെ എടുത്തിട്ടുണ്ടോ? ആ ഞാൻ കൊടുത്തീണ്. കമറുച്ചാനെ വിളിച്ചു ചോദിച്ചു, മോനെ കമറു വാങ്ങിയിട്ടുണ്ടോ? ആ വാങ്ങീണ്. എന്നാ അങ്ങോട്ട് കൊടുത്താളാ, നാട്ടുകാർ അറിഞ്ഞീണ്, എളുപ്പം റദ്ദാക്കിയിട്ട് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു കിട്ടി. ആ തിരിച്ചു കിട്ടിയിട്ട് ഇപ്പൊ കമറുച്ചാന്റെ സങ്കടം എന്താച്ചാ കൊടുത്ത 30 ലക്ഷം തിരിച്ചു കിട്ടിയിട്ടില്ല. അതിന് നമ്മൾ ഉത്തരവാദിയല്ല. അള്ളാന്റെ മോല് അങ്ങനെ കൊടുക്കുമ്പോ ചിലപ്പോ കുറച്ചൊക്കെ നഷ്ടപ്പെടും. ആ പ്രശ്നം ഒന്ന്. ഇനി രണ്ടാമത്തത്, നമ്മുടെ തൊട്ടടുത്ത ജില്ലയാണ് കോഴിക്കോട്. അവിടെ കുറ്റിക്കാട്ടൂർ എന്ന് പറയുന്ന പള്ളി, ആ പള്ളി 2.5 ഏക്കർ ഭൂമി പള്ളിക്ക് വേണ്ടി വാങ്ങുകയാണ്. പള്ളിയിൽ കബറടക്കത്തിന് സ്ഥലം വേണം, പള്ളി ഉണ്ടാക്കണം, പള്ളിക്ക് കീഴിൽ ദർസ് ഉണ്ടാകും, മതസ്ഥാപനങ്ങൾ ഉണ്ടാകും, അറബി കോളേജ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ആ സ്ഥലം കോഴിക്കോട്ടെ വഖഫ് ബോർഡിൽ എപ്പോഴുണ്ടാകണം ആചാരും ആർക്ക് കൊടുത്തു? മൂപ്പര ഭാര്യ സഹോദരന്റെ ട്രസ്റ്റിന്, നമ്മളെ മലപ്പുറം ജില്ലയിലെ ഭാഷയെ പറഞ്ഞ അളിയൻ എന്തെടുത്തു? ഈ മുതൽ അങ്ങോട്ട് കൊടുത്തിട്ട് ഈ അതവിടെ വെച്ചോ പറഞ്ഞു. അങ്ങനെ 2005 വരെ അവിടെ മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലുള്ള മഹല്ല് കമ്മിറ്റി അത് കൈവച്ച് ഇങ്ങനെ നടക്കരുത്. 2005 പുതിയ മഹല്ല് കമ്മിറ്റി വന്നു. ആ മഹല്ല് കമ്മിറ്റി ആധാരം അന്വേഷിച്ചപ്പോ കാണാനില്ല. അങ്ങനെ വഖഫ് ബോർഡിനകത്ത് പരാതി കൊടുത്തു. വഖഫ് ബോർഡ് മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലാണ്. നമുക്ക് ഭരണമുള്ളപ്പോഴും അതിൽ കൂടുതൽ പേരും അവരാണ്. അതുകൊണ്ട് തന്നെ 10 കൊല്ലം ആ സാധുക്കൾ മഹല്ല് കമ്മിറ്റി ഇവര് സംരക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ട സാധു ഉസ്താദുമാര്, ആ ഉസ്താദുമാര് ഈ മുതല് തിരിച്ചു കിട്ടാൻ 10 കൊല്ലം നടന്നു. അവസാനം UDFന്റെ നിയന്ത്രണത്തിലുള്ള അന്നത്തെ വഖഫ് ബോർഡ് ഉത്തരവിട്ട്. എന്താ ഉത്തരവ് ഇത്രയേ ഉള്ളൂ, പള്ളീന്റെ മുതൽ അളിയനുള്ളതാണ്, പള്ളിക്കുള്ളതല്ല എന്ന് പറഞ്ഞപ്പോ ഇവരെന്താ ചെയ്തത്? വിട്ടുകൊടുത്തില്ല. അള്ളാന്റെ മുതൽ അങ്ങനെ കക്കാൻ പറ്റൂല. അതുകൊണ്ട് വഖഫ് ട്രൈബ്യൂണലിന് കേസ് കൊടുത്തു. ട്രൈബ്യൂണല് ഇപ്പൊ വിധി പറഞ്ഞേക്കണ്. ആ വിധി എന്താ? ആ വിധി അളിയ അത് പള്ളീന്റെ മുതലാണ്, അങ്ങോട്ട് കൊടുത്തോളണം, അത് അളിയനുള്ളതല്ല. എന്നിട്ട് ട്രൈബ്യൂണൽ പറഞ്ഞ വിധി കേൾക്കാതെ ഈ വഖഫ് സംരക്ഷിക്കും എന്ന് പറഞ്ഞു നടക്കണ ഇവര് കേരള ഹൈക്കോടതിയിൽ കുറ്റിക്കാട്ടൂർ ജുമാഅത്ത് പള്ളിയുടെ സ്ഥലം ഞങ്ങൾക്ക് കിട്ടണം എന്ന് പറഞ്ഞ് അളിയനും കൂടി ഇപ്പൊ കേസിന് പോയിക്ക. അപ്പൊ ആരെ സംരക്ഷിക്കുന്നു? ഇത് തൊട്ടടുത്ത മറ്റൊരു ജില്ലയാണ് കണ്ണൂര്.
അവിടെ തളിപ്പറമ്പിൽ നെട്ടരുത് കേട്ടോ. 634 ഏക്കർ ഭൂമി, ചെറുതല്ല. ആ ഭൂമി ഒരു പക്ഷേ കേരളത്തിൽ വഖഫ് സ്വത്തിൽ മാർക്കറ്റ് വഖഫിന്റെ ഭൂമിയിലാണ്. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന നല്ല വരുമാനമുള്ള ഒരു പള്ളി, വഖഫ് പള്ളിയായി മാറേണ്ട തളിപ്പറമ്പ് ജുമാ മസ്ജിദ് 634 ഏക്കർ ഭൂമിയുണ്ട്. അപ്പൊ ലീഗേര് വരും, കൃഷി നടത്തട്ടെ, പാട്ടത്തിന് തരുവയ്ക്കും. 2 റുപ്യ വെച്ച് 1 സെന്റിന് വെച്ച് പാട്ടത്തിന് കൊടുക്കും. പാട്ടത്തിന് കൊടുത്ത ഭൂമി പിന്നെ വ്യാജ രേഖ ഉണ്ടാക്കും, സ്വന്തം പേര് കാക്കും, മുണുങ്ങും, പിന്നെ കിട്ടൂല. അങ്ങനെ അവസാനം നമ്മൾ തിരിച്ചറിയുന്നത് എന്താ അറിയോ? ഈ തളിപ്പറമ്പ് വഖഫ് ഭൂമിയിൽ ഒരു കെട്ടിടമുണ്ട്. അതിലാണ് അവിടുത്തെ മുസ്ലിം ലീഗിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. പള്ളിന്റെ മുതലില് ലീഗല്ല, ആര് ഓഫീസ് ഉണ്ടാക്കിയാലും വാടക പള്ളിക്കുള്ളതല്ലേ. പക്ഷെ ആ രൂപീകരിച്ച കാലം മുതൽ ഈ നിമിഷം വരെ ഒരു റുപ്യ പള്ളിന്റെ കുറ്റി കിട്ടിട്ടില്ല. നബ്ബര് കൊടുക്കാത്തത് പോട്ടെ, മുസ്ലിം ലീഗ് എന്താ ചെയ്തു വെച്ചാ ആ ബിൽഡിങ്ങിന്റെ മൊത്തം വാടകം പിരിക്കണ ചുമതല വരെ ഏറ്റെടുത്തിട്ട് അതും ലീഗിന്റെ കമ്മിറ്റിക്ക് എഴുതി വെച്ചു. നിങ്ങൾ ആലോചിക്കണം, അവരെ കൊടുത്തില്ല. ആ കെട്ടിടത്തിന്റെ മുഴുവൻ വാടകവും ലീഗിനാക്കി. അവസാനം ഇതിങ്ങനെ കള്ളത്തരം പുറത്തു വന്നപ്പോ ലീഗേര് ഓഫീസിൽ നിന്ന് മുങ്ങിയാലും വെറുതെ വിടുക. ഇവരെ പോഷക സംഘടന ഉണ്ട് STU. ആ STUവിന്റെ ഓഫീസായിട്ട് പ്രവർത്തിക്കാണ് ഇപ്പൊ. അവസാനം 1967 റീസർവേ പ്രകാരം 634 ഏക്കറുള്ള ഭൂമി പടച്ചോനാണ് ഇപ്പൊ അളന്നു നോക്കുമ്പോ എത്രയെന്നറിയോ? 91 ഏക്കറാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, കക്കിണീന്റെ ഒരു വ്യാപ്തിയാണ്. 1-2 സെന്റ് സ്ഥലമല്ല. ഇപ്പൊ ബാബരി മസ്ജിദ് സ്ഥാപിച്ചെടുത്ത് രാമക്ഷേത്രം പണിയാണല്ലോ. ഇപ്പൊ വരുന്ന വാർത്ത എന്താ? 2 ദിവസം മുമ്പ് ആ രാമക്ഷേത്രത്തിന് ചുറ്റുമുള്ള 5 ഏക്കർ ദളിതരുടെ ഭൂമി RSSന്റെ നേതാക്കൾ. അതേപോലെ പള്ളിന്റെ അകത്ത് പാട്ടത്തിന് നിറഞ്ഞ് കേറി കൂടിയിട്ട് നികുതി അടച്ചിട്ട് അവസാനം അവനാന്റെ പേരിലാക്കിയിട്ട് 634 ഉള്ളത് 34 സെന്റ് അല്ല കട്ടത്, 100 അല്ല 500 കട്ടിട്ട് 91 ഇപ്പൊ ബാക്കിയുള്ളത്. അത് ആരാ പറഞ്ഞത്? സോഫിയ പറഞ്ഞതല്ല. സോഫിയ പറഞ്ഞതോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയോ അല്ല പറഞ്ഞതാരാണ്? തളിപ്പറമ്പ് ജുമാഅത്ത് കമ്മിറ്റിയുടെ മുത്തവല്ലി മൊയ്തീൻകുട്ടി ഹാജി പത്രസമ്മേളനം നടത്തിയിട്ടാ പറഞ്ഞത്. 91 ഏക്കറായിട്ട് ഇത് ചുരുങ്ങിയിട്ടുണ്ട് ട്ടാ. ഇത് അള്ളാന്റെ ഭൂമി തിരിച്ചു പിടിക്കണം. ആ വഖഫ് സംരക്ഷണ സമിതിയുടെ ചെയർമാനായി ഇപ്പൊ പ്രവർത്തിക്കുന്നത് സഖാവ് MV ജയരാജേട്ടനാണ്. അവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുക, സർവേ. ഇപ്പൊ വാഴക്കാട് നിങ്ങളെ സ്ഥാപനത്തിന് എത്ര 4000 ഏക്കർ ഉണ്ട് എന്നൊക്കെ കേൾക്കണ്. ഇപ്പൊ ചുരുങ്ങി വന്ന നിങ്ങളൊന്ന് തപ്പി പിടിച്ചു നോക്കിയ 10 ഏക്കറിൽ കൂടുതൽ ഉണ്ടാവുന്ന എനിക്ക് തോന്നണില്ല. ഇതൊക്കെ ആരെ കയ്യിലാ? ഇനി ഞങ്ങൾ പറയണോ, ഈ കട്ടതിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ടെങ്കിലും തിരിച്ചു പിടിക്കണം. ആരാണെങ്കിലും, ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും, ഏത് വലിയ സമ്പന്നനായാലും, ഏത് സുജായി ആയാലും, അമ്പലത്തിന്റെ, പള്ളിയുടെ, ചർച്ചിന്റെ മുതൽ ഇവിടുന്ന് കട്ടെടുത്തിട്ടുണ്ടോ അത് തിരിച്ച് അവകാശപ്പെട്ട സ്ഥലത്ത് കൊണ്ടെത്തിക്കണം. അതിന്റെ പ്രവർത്തനമാണ് നടത്തുന്നത്. അപ്പൊ ബേജാറാണ്. പല മുതലാളിമാരും തൊഴിലാളിയായി മാറേണ്ടി വരും. അള്ളാന്റെ ഭൂമിമേലാണ് ഈ കളി. അപ്പൊ അതിനെതിരെയാണ് ആരുടെ സമരം? ഇവരെ സംരക്ഷണ റാലി. അല്ലാതെ മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ ഇവർ റാലി നടത്തോ? അങ്ങനെ നടത്തിയ ചരിത്രമല്ലോ. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, ഈ നാടിനകത്ത് ഇപ്പൊ ഇവരെ കൂടെ ഒരു കൂട്ടർ കൂടിയിട്ടുണ്ട്. ഇവര് ടീഷർട്ട് നിൽക്കായിരുന്നു. അപ്പൊ അതിന്റെ മേലെ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു, നല്ല തണുപ്പാണ്, ഡിസംബർ മാസമാണ്, ഞങ്ങളും കൂടി നിങ്ങളെ കൂടെ ഞങ്ങളെ വക ഒരു ഷർട്ട്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി ആ ഷർട്ടിന്റെ ഉള്ളിൽ കയറി കൂടി. അപ്പൊ STPIക്ക് ഒരു പൂതി, എന്നാലും കുറച്ചുകൂടി തണുപ്പുണ്ട്, ഒരു ഓവർകോട്ടും കൂടി ഞങ്ങളെ വക. ഇപ്പൊ 3ഉം കൂടി ഒന്നഞ്ഞ് വേർതിരിച്ചണമെങ്കിൽ സയാമസ് ഇരട്ടകൾ ഓപ്പറേഷൻ തിയേറ്റർ കയറ്റമായി ഈ 3 വേർതിരിച്ച് കാണണമെങ്കിൽ പടച്ചോൻ തന്നെ വിചാരിച്ചിട്ടുണ്ട്. ഇവരൊന്നായിട്ട് ഇടതുപക്ഷത്തെ എതിർക്കുക. എന്തിനാ നിങ്ങൾ ഇടതുപക്ഷത്തെ എതിർക്കുന്നത്? പറയും. ത്രിപുരക്കകത്ത് ഞങ്ങൾ ഭരിച്ചല്ലോ. ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വർഗീയ കലാപം അവിടെ ഉണ്ടായിരുന്നോ? ഏതെങ്കിലും ഒരു മുസൽമാനോ ക്രിസ്ത്യാനിക്കോ
പള്ളിയിൽ പോകാൻ അനുവദിക്കാതിരുന്നു എന്ന ഒരു വാർത്ത നമ്മൾ കേട്ടിരുന്നോ? അവിടുത്തെ പള്ളികൾ പൊളിച്ചു എന്ന വാർത്ത കേട്ടിരുന്നോ? പക്ഷെ ഇന്ന് ഞങ്ങൾ അധികാരത്തിൽ നിന്നും നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചൊരു കൂട്ടായ്മ സംഘടിപ്പിച്ച് ഇടതുപക്ഷം അങ്ങ് പരാജയപ്പെട്ട് BJPയുടെ താമരയുടെ പതാക ത്രിപുരയുടെ മണ്ണിൽ പാറാൻ തുടങ്ങിയപ്പോ മാധ്യമം വരെ എഴുതിയില്ല പള്ളി തകർക്കുന്നു, പള്ളി തകർക്കുന്നു. മദ്രസകളിൽ മുസ്ലിം കുട്ടികൾക്ക് പോകാൻ കഴിയുന്നില്ല. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, 2021 ജനുവരി മാസം മുതൽ ഈ ഡിസംബർ മാസം വരെയുള്ള കണക്ക് പരിശോധിച്ചാൽ 483ഓളം വരുന്ന അക്രമങ്ങൾ ക്രിസ്ത്യാനികൾക്ക് നേരെ RSS നടത്തിയിട്ടുണ്ട്. അങ്ങനെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയാണ്. ഇതിനെ എതിർക്കണ്ടേ? ഇടതുപക്ഷത്തിനല്ലേ കഴിയുള്ളൂ. നമ്മുടെ നാടിന്റെ ചരിത്രമുണ്ട്. ആ ചരിത്രം ഒരു പക്ഷേ നിങ്ങൾ എന്റെ ഏതെങ്കിലും മറ്റൊരു പ്രസംഗം കേട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തുണ്ടാകും. മമ്പുറം പള്ളി നമ്മുടെ നാട്ടിലാണ്. ആ പള്ളിയുടെ സ്ഥാപകനായ സയ്യിദ് അലവിക്കോയ തങ്ങൾ പള്ളിയുടെ ഉമ്മറത്തിരിക്കുന്ന സമയത്ത് ഒരു ദിവസം പെരിന്തൽമണ്ണയിൽ നിന്നും ലക്ഷ്മി എന്ന് പറയുന്ന ഒരു ചേച്ചി വരുന്നുണ്ട്. അപ്പൊ തങ്ങൾ ചോദിച്ചു, എവിടുന്നാ വരുന്നത്? പെരിന്തൽമണ്ണയിൽ നിന്നാണ് എന്ന് പറഞ്ഞപ്പോ അത്ര ദൂരം നടന്നു വരികയാണ്, വാഹനങ്ങളില്ല. അപ്പൊ പറഞ്ഞു, ഇന്റെ സങ്കടം പറയാൻ ഞാൻ എന്താ തങ്ങളെ ചെയ്യാൻ? അവിടെ അമ്പലങ്ങളില്ലേ ലക്ഷ്മിയെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, താഴ്ന്ന ജാതിയിൽ പിറന്നു പോയത് കൊണ്ട് എന്നെ അവിടെ പ്രാർത്ഥിക്കാൻ സമ്മതിക്കുന്നില്ല തങ്ങളെ. ഇന്നാണ് ഒരു ലക്ഷ്മി അത് പറഞ്ഞിണെങ്കിൽ വെൽഫെയർ പാർട്ടിക്കാരനും സുഡാപ്പിക്കാരനും എന്താ പറയാ? എന്നാ ലക്ഷ്മിയെ ഇജ് മാപ്പളയ്ക്കോ, നമുക്ക് പൊന്നാണിക്ക് പോകാം. പക്ഷേ ലക്ഷ്മി ചേച്ചിയോട് എന്താ തങ്ങൾ പറഞ്ഞത്? നിനക്ക് പ്രാർത്ഥിക്കാൻ പെരിന്തൽമണ്ണ തന്നെ അമ്പലം വേണോ? വേണ്ട തങ്ങളെ, സങ്കടം വരുമ്പോ പറയാൻ എന്റെ മുന്നിൽ ഒരു ദൈവവും ആ ദൈവത്തിനിരിക്കാൻ വൃത്തിയുള്ള ഒരു സ്ഥലവും വേണം എന്ന് പറഞ്ഞപ്പോ മമ്പുറം പള്ളിയുടെ 6 കിലോമീറ്റർ അപ്പുറത്ത് മൂന്നിയൂർ മഹാദേവ ക്ഷേത്രം ലക്ഷ്മിക്കായി തങ്ങൾ പണിതു കൊടുത്തു. ഇന്ന് ആ 2 മനുഷ്യരും ഇന്ത്യയുടെ മണ്ണിൽ ജീവിച്ചിരിപ്പില്ല, മലപ്പുറത്തില്ല. പക്ഷേ മൂന്നിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ എന്നും കളിയാട്ട മഹോത്സവം നടക്കുമ്പോ ആദ്യത്തെ വിളക്ക് തെളിയിച്ചു കൊണ്ടുപോകുന്നത് മമ്പുറം തങ്ങളുടെ തറവാട്ടിൽ നിന്നാണ്. ആ നല്ല സൗഹാർദ്ദ അന്തരീക്ഷം നിലനിൽക്കുന്ന കേരളത്തിന്റെ മലപ്പുറത്തിന്റെ മണ്ണിലാണ് ഇവർ ഇത്തരം സംരക്ഷണ റാലിയും കല്യാണവും പച്ചു മുദ്രാവാക്യങ്ങൾ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഇടം നേടാൻ വേണ്ടി ശ്രമിക്കുന്നത്. മുസ്ലിം ലീഗ് പഴയ പണി നിർത്തണം. പണ്ട് 1957 EMSന്റെ ഗവൺമെന്റിനെ വിമോചന സമരത്തിലൂടെ 59 പിരിച്ചുവിട്ടു. അപ്പൊ 60 സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് നടക്കും. ആ തെരഞ്ഞെടുപ്പില് മുസ്ലിം ലീഗ് മുസ്ലിം വീടുകളിൽ വിതരണം ചെയ്ത ഒരു രാഷ്ട്രീയ ഫത്വ. എന്താ ഫത്വയിലുള്ളത്? കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യൽ ഹറാമാണ് എന്ന് മുസ്ലിം ലീഗ് കമ്മിറ്റി. പക്ഷേ കുറെ ഇസ്ലാം മത വിശ്വാസികൾ അതങ്ങനെ അംഗീകരിക്കാൻ തയ്യാറാവണില്ല. അങ്ങനെ ഒന്ന് ഖുർആനിൽ കേട്ടിട്ടില്ലല്ലോ. ശരിയാണ്. 6666 ആയത്തുള്ള പരിശുദ്ധമായ ഖുർആനിനകത്ത് 30 ജുസുകളുള്ള ഖുർആനിനകത്ത് അങ്ങനെ കോണിക്ക് വോട്ട് ചെയ്യണം, അരിവാ ചുറ്റികൾക്ക് ചെയ്യരുതെന്ന് ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ 8 വരെ പഠിച്ചതാണ്. ആ പഠിച്ചതിലൊന്നും ഞാൻ പഠിച്ചിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ ഇവര് പറഞ്ഞതിന് പുറമെ ഇവര് പ്രസംഗിച്ചത് എന്താണെന്നറിയോ? ഇവർ പ്രസംഗിച്ചത് സോവിയറ്റ് യൂണിയനെ പോലെ, ചൈനയെ പോലെ, ക്യൂബയെ പോലെ കേരളത്തിൽ EMS വീണ്ടും അധികാരത്തിൽ വന്ന മദ്രസ പൊളിക്കും, പള്ളി പൊളിക്കും, അവിടെ സിനിമാ തിയേറ്റർ ഉണ്ടാക്കും, നിശാ ക്ലബ് ഉണ്ടാക്കും. കുഞ്ഞാമിന് കുഞ്ഞിപ്പോക്കരെ അന്റെ പേരിടാൻ വരെ മാറ്റുട്ട, ആ പേര് മാറ്റാനുള്ള പേര് വരെ കണ്ടുപിടിച്ചോ. അങ്ങനെ അവർ പ്രസംഗിച്ചു. അവസാനം ഇതൊന്നും യേശുനില്ല എന്ന് കണ്ടപ്പോ മുസ്ലിം ലീഗിന്റെ ബഹുമാന്യനായ ബാഫക്കി തങ്ങളും അതുപോലെ തന്നെ CH മുഹമ്മദ് കോയ സാഹിബും വണ്ടൂരിലേക്ക് പുറപ്പെട്ടു. വണ്ടി കയറി. എന്തിനാ വണ്ടൂർക്ക് പോണത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അന്നത്തെ ഫത്വയുടെ ചുമതലയുള്ള സദഖത്തുള്ള മുസ്ലിയാരെ കാണാനാണ്. അവിടെ ചെന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഉസ്താദെ, ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യൽ ഹറാമാണ് എന്ന ഒരു ഫത്വ, മതത്തിന്റെ ഫത്വ തരണം. രാഷ്ട്രീയത്തിന്റെ ഫത്വ ഉണ്ട്, മതത്തിന്റെ ഫത്വ തരണം. തങ്ങൾ 2 ചോദ്യം ചോദിച്ചത്. ഒന്നെന്താ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് മുസ്ലിം ലീഗിന് എന്നും ഇതേ അകൽച്ച ഉണ്ടാകുമോ? രാഷ്ട്രീയ സാഹചര്യം മാറിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പം നിങ്ങൾ നിൽക്കില്ല എന്ന് എനിക്ക് ഉറപ്പ് തരാൻ കഴിയുമോ? മോഹൻലാൽ പറഞ്ഞ മാതിരി കുട്ടികൾ മിണ്ടിയില്ല.
മുണ്ടാതെ പോന്നു. രണ്ടാമത്തത് എന്താ? ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ, ഒരു ഇസ്ലാം മത വിശ്വാസി 5 കാര്യങ്ങളിൽ വിശ്വസിക്കണം എന്നതാണ് ഇസ്ലാം കാര്യങ്ങൾ. ഒന്ന്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഷഹാദത്ത് കലിമ ചൊല്ലണം. 5 വക്ത് നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, സകാത്ത് കൊടുക്കണം, കഴിവുണ്ടെങ്കിൽ ഹജ്ജിന് പോകണം. ഇതൊക്കെ ചെയ്യുന്ന ഒരു മുസൽമാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഞാൻ എന്താണ് മതവിധി പ്രഖ്യാപിക്കേണ്ടത്? എനിക്ക് തങ്ങൾ പറഞ്ഞു. ഇവർക്ക് ഉണ്ടായിട്ടില്ല. ഇവര് വണ്ടി തിരിച്ചുവിട്ട് ഏതോ ഒരു സാധു ഉസ്താദിന്റെ കൊങ്ങൊക്കെ പിടിച്ച് ഒരു മതത്തിന്റെ ഫത്വ എഴുതി സീല് വെച്ചിട്ട് നാടാകെ പ്രചരിപ്പിച്ചു. ആയിക്കോട്ടെ, നിങ്ങളുടെ പ്രചരണം വിശ്വസിച്ചു. അന്ന് ഇതേപോലെയല്ല. അന്ന് പള്ളിയിൽ കയറി ഒരുപക്ഷെ നിങ്ങൾക്ക് പറയാൻ കഴിയും, ഇന്ന് ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട്, നല്ല പഠിപ്പുണ്ട്, മതം വേറെയാണെന്നും രാഷ്ട്രീയം വേറെയാണെന്നും നന്നായി പഠിച്ചിട്ടുണ്ട് കേരളത്തിലെ ജനത. അതുകൊണ്ട് ഇന്ന് ആ പണിയിട്ട് നടക്കൂല. പക്ഷെ അന്ന് നടന്നു. ആ 60-ലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടു. കോൺഗ്രസ്, PSP, മുസ്ലിം ലീഗ് അതല്ലായിരുന്നോ? ആ സഖ്യം തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ലീഗ് കുറെ മണ്ഡലങ്ങളിലൊക്കെ ജയിച്ച് കോൺഗ്രസിന്റെ ഒപ്പം ഇങ്ങനെ ചേർന്ന് നിന്നിട്ട്, അന്ന് സെൽഫി ഇല്ലാത്തതുകൊണ്ട് കൂട്ടിപ്പിടിച്ച് നിന്നിട്ട് ക്യാമറന്റെ മുന്നിൽ നിന്ന്, അപ്പോ കോൺഗ്രസ് നെഹ്റു പറഞ്ഞ കാര്യം പറഞ്ഞു, നിങ്ങളൊരു ചത്ത കുതിരയാണ്, അതുകൊണ്ട് മന്ത്രിപ്പണി തരാൻ പറ്റൂല. ഇവര് നിലവിളിക്കാൻ തുടങ്ങിയപ്പോ പിന്നെ ഒരു സ്പീക്കറെ പദവി തരാറുന്നു. സ്പീക്കറെ ചേംബർമക്കാണ്ട് കയറുമ്പോ CH പറഞ്ഞു, തൊപ്പി ഊരിക്കാളിട്ട കഴിഞ്ഞതല്ലേ. അങ്ങനെ തൊപ്പി ഊരി സ്പീക്കറായി. 60 കഴിഞ്ഞു. 64-ൽ വീണ്ടും തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിനകത്ത് മുസ്ലിം ലീഗ് അങ്ങോട്ടുമില്ലാതെ നിന്നു, ഒരു ചെറിയ അനിഷ്ടമൊക്കെ ആയിട്ട്. 64-ൽ വീണ്ടും അവരെന്നെ വന്നു. 67-ൽ അത് പൊളിഞ്ഞു. 67-ൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നപ്പോ EMSന്റെ നേതൃത്വത്തിലുള്ള സപ്തകക്ഷി മുന്നണിക്കകത്ത് ആരുണ്ട്? നമ്മളെ ലീഗുണ്ട്. അങ്ങനെ തൊപ്പിയിട്ടുകൊണ്ട് CH മുഹമ്മദ് കോയ സാഹിബിനെ ആരാക്കി? നമ്മള് മന്ത്രിയാക്കി. അപ്പൊ ലീഗാരോട് നാട്ടുകാർ ചോദിച്ചു, എന്തേപ്പ നിങ്ങൾ അങ്ങനെ? അവര് വന്നാ പള്ളി പൊളിക്കുന്നു പറഞ്ഞു, ഇപ്പൊ പൊളിച്ച പള്ളി തിരിച്ചുണ്ടാക്കി തന്നോ? മദ്രസ പൊളിക്കുന്നു പറഞ്ഞു, മദ്രസൊക്കെ തുറന്നോ? കുഞ്ഞാമീനാന്റെ കുഞ്ഞിപ്പോക്കറിന്റെ പേര് തിരിച്ചു കിട്ടിയോ? അതിന് ലീഗ് പറഞ്ഞ മറുപടി ഉണ്ട്, കടുവ പിടിക്കാൻ വന്നപ്പോ ഞങ്ങൾ പുഴയെ ചാടിയതാണ്, പുഴയെ ചാടിയപ്പോ മുതല പിടിക്കാൻ വന്നപ്പോ മുതലന്റെ പുറത്ത് കയറിയിരുന്നതാണ്. എന്തിനും ഇത്തരം ന്യായങ്ങളായിട്ട് നടക്കണ ലീഗ് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ കൂടി. അപ്പൊ നിങ്ങൾ അധികാരത്തിന്റെ കൂടെ അല്ലേ? നിങ്ങൾ പറയും, ബാബരി മസ്ജിദ് പൊളിച്ചപ്പോ മുണ്ടാണ്ട് നിൽക്കണ് അധികാരം പോവിച്ചിട്ടല്ലേ? രാമവിഗ്രഹം കൊണ്ടുവച്ചപ്പോ മുണ്ടാതെ നിന്നത് അതുകൊണ്ടല്ലേ? ഇവിടെ നാരങ്ങ വെള്ളം കൊടുക്കാൻ പോണത് അതുകൊണ്ടല്ലേ? ആണ്. അപ്പോ മുസ്ലിം ലീഗ് എപ്പോഴും ഇത്തരം കുറെ കാര്യങ്ങൾ ഈ നാടിനകത്ത് ചെയ്തു കൂട്ടുന്നതാണ്. ഇത് ഇപ്പൊ തുടങ്ങിയതല്ല. 1906-ൽ ധാക്കയിൽ വെച്ച് മുസ്ലിം ലീഗിന്റെ രൂപീകരണം കഴിഞ്ഞ് അവരുടെ പ്രവർത്തനത്തിൽ അവർ നല്ല തീവ്രതയുള്ള വർഗീയവാദികളായിരുന്നു. അന്ന് ബംഗാളിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ലീഗര് കേൾക്കണം, ലീഗിന്റെ പ്രതിനിധിയായി ബംഗാൾ മുഖ്യമന്ത്രിയായ 46-ല് സുഹ്രവർദി. ഇപ്പൊ ഞങ്ങളോട് ചോദിക്കാറുണ്ട്, ബംഗാളിൽ നിങ്ങളെവിടെ? ഞങ്ങളെക്കാളും മുന്നേ മുഖ്യമന്ത്രിയായിരുന്ന പാർട്ടിയാ ലീഗ്. ആ ബംഗാളിൽ നിങ്ങളുണ്ടാ? ഇല്ലല്ലോ. അവര് അന്ന് അവിടെ കലാപം നടന്നപ്പോ കലാപത്തിന് മൗനാനുവാദം നൽകി പോലീസിനെ വിന്യസിക്കാതെ വർഗീയ കലാപത്തിന് തുടക്കം കുറിച്ച ആൾക്കാരാ. ആ മുസ്ലിം ലീഗ് ഇപ്പൊ RSSന്റെ അതേ സ്വഭാവത്തിലേക്ക് വരികയാണ്. അതിന് കൂടാൻ ജമാഅത്തെ ഇസ്ലാമി അവരാദ്യം പറയുന്നത് ഇസ്ലാമിക രാഷ്ട്രമാണ്. ഇപ്പൊ നിങ്ങളെല്ലാരും കൂടി ഇവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രം പണിതുയർത്താമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഇത് കേരളമാണ് മക്കളെ. ഈ കേരളത്തിന്റെ മണ്ണിൽ ഇങ്ങനെ പാറിക്കളിക്കുന്നത് ചെങ്കൊടിയാണെങ്കിൽ, ആ ചെങ്കൊടി പിടിച്ച കൈകളാണ് കേരളത്തിൽ ഭരണം നടത്തുന്നതെങ്കിൽ ആ പൂതി ഈ കേരളത്തിന്റെ മണ്ണിൽ നടക്കൂല എന്ന് ഉറപ്പിച്ചു പറയാൻ കേരളത്തിലെ ജനത ആമാദിക്കേണ്ടതില്ല. പിന്നെ RSSന് കൊണ്ടുവന്ന മറ്റൊരു സാധനമാണ് ഹലാല്. RSS പ്രചരിപ്പിക്കും. എനിക്ക് സത്യത്തിൽ അറ്റുകളെ കുറിച്ച് സഹതാപാട്ടോ. നിങ്ങളൊന്ന് ചോദിച്ചു, വെജിറ്റേറിയൻ ഹോട്ടലില്ല നമ്മളെ നാട്ടില്? അവിടെ ചെന്ന് നമ്മൾ ചിക്കൻ ബിരിയാണി ചോദിക്കോ? ഇല്ല. നമ്മക്കറിയാം അവിടെ വെജിറ്റബിളെ കിട്ടും. നോൺ വെജ് കയറിയിട്ട് സദ്യ ചോദിക്കോ? ഇല്ല. പക്ഷെ രണ്ടും കൂടി കിട്ടണില്ലേ? ഇപ്പൊ കിട്ടാനും ഇല്ല കേട്ടോ. കാരണം അൽഫാമ
മന്തി, ഷവർമ, കമ്പിക്കോഴി, കോഴിമ കമ്പി, ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ കേരളത്തിലെ ഭക്ഷണം ഇവിടെ കിട്ടുന്ന എഴുതി വെച്ച ബോർഡുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഹലാൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമത വിശ്വാസ പ്രകാരം ഞാൻ പഠിച്ചിട്ടുള്ളത് അനുവദനീയമായത്, ഹറാം എന്ന് പറഞ്ഞാൽ നിഷിദ്ധമായത്. എന്താ ഹലാൽ എന്ന് പറഞ്ഞാൽ? ഹലാലായ മാംസം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉസ്താദ് പഠിപ്പിച്ചു തന്നത് ഒറ്റയടിക്ക് ഒരു മൃഗത്തെ മൂർച്ചയുള്ള ആയുധം കൊണ്ട് കൊന്ന് അതിൻ്റെ രക്തം വാരുന്നത് വരെ കാത്തുനിന്ന് അതിനുശേഷം മുറിച്ച് ഉപയോഗിക്കുന്ന മാംസമാണ് ഹലാലായ മാംസം. ആ വാര്യര് പറഞ്ഞൊരു ചങ്ങായി ഉണ്ടല്ലോ, ചാനലിൽ ഇങ്ങനെ കയറി കുത്തിരിക്കും, ഒരു പാവാണ്. കാരണം തിരുമ്പലും കുളിക്കലും കിടന്നുറങ്ങലും ഒക്കെ ആ ചാനലിൻ്റെ ഉള്ളിൽ 6:00 കയറിയ 10:00 ഇറങ്ങി പോവുള്ളൂ. ആ മൂപ്പര് പറഞ്ഞു, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഹലാല് നിരോധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ത്യയിലും നിരോധിക്കണം. ഭാര്യരെ, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിരോധിച്ചത് എന്താ? ഹലാൽ എന്ന് പറയുമ്പോൾ ഒറ്റടിക്ക് കൊല്ലലാണ്, അല്ലാതെ നമ്മൾ ഉദ്ഘാടനത്തിന് കത്രികയിട്ട് റിബൺ മുണിക്കാൻ മാറുന്ന മാതിരിയല്ല. അപ്പൊ അങ്ങനെ കൊല്ലുമ്പോൾ മൃഗത്തെ സ്നേഹിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അല്ലേ. ചിലർക്ക് പൂച്ച ഉണ്ടാവും, ആടുണ്ടാവും, പശു ഉണ്ടാവും, പട്ടിക്കുട്ടികളുണ്ടാകും. ചിലർക്ക് നല്ല സ്നേഹമാണ് അതിനോട്. അപ്പൊ അവരുടെ ഗവൺമെന്റിനോട് പറഞ്ഞു, അങ്ങനെ ഒറ്റയടിക്ക് കൊല്ലണതിന് പകരം സെഡേഷൻ കൊടുത്തിട്ട് കൊല്ലണം. ആ നിയമമാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ വന്നത്. ഇനി ഇവര് പറയുന്ന ഹലാലിന്റെ തലതൊട്ടപ്പൻ ആരാ അറിയോ? സംഗീത് സ്വാം. നിങ്ങൾ വിചാരിക്കും പാട്ടാടുന്നു, ആ അച്ഛനും അമ്മയും ഒന്ന് പേരിട്ടപ്പോ തെറ്റിപ്പോയതാ, പാട്ട് പാടൂല. പക്ഷെ വർഗീയ കലാപത്തിന്റെ വിഷവിത്ത് പോക്കറ്റിലാക്കി നടക്കുന്ന മനുഷ്യന്റെ പേരാണ് സംഗീത് സ്വാം. അയാള് ആരാന്ന് ശരിക്കും പറഞ്ഞുതരാം. 2013 മുസഫർ നഗർ കലാപത്തിൽ വ്യാജ വീഡിയോ ഉണ്ടാക്കി 62 മുസ്ലിം ജനവിഭാഗത്തെ കൊന്നൊടുക്കിയ വർഗീയ കലാപത്തിന്റെ സൂത്രധാരൻ. 10,000-കണക്കിന് ന്യൂനപക്ഷ വിഭാഗങ്ങളെ സ്വന്തം വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ആട്ടിയോടിച്ച കലാപത്തിന്റെ സൂത്രധാരന്റെ പേരാണ് സംഗീത് സ്വാം. ആ സ്വാം ഉത്തർപ്രദേശിലെ ബഡാ മൊയിലാളിയാ. എന്താ മൊയിലാളി? ഷാജീനെ പോലെ ഇഞ്ചി കൃഷി നടത്തിയിട്ടല്ല. മൊയിലാളി ആയത് ബീഫും മട്ടണും വിദേശ രാജ്യങ്ങളിലേക്ക്, അറേബ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചിട്ടാണ്. അപ്പൊ ബീഫ് തിന്നാൻ പാടില്ല എന്ന് പറയുന്ന സംഗീത് സ്വാമിന്റെ പാർട്ടി. പക്ഷെ സംഗീത് സ്വാമി മൊയിലാളി ആയത് എങ്ങനെയാണ്? ബീഫും മട്ടനും കയറ്റി അയച്ചിട്ടാണ്. ഇനി അദ്ദേഹം ഒരു കമ്പനിയുടെ ഡയറക്ടറാണ്, 3 ഡയറക്ടർമാരാണ്. ആ കമ്പനിക്ക് അദ്ദേഹത്തെ പേരെന്താവും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. സംഗീത് സ്വാമി എന്ന RSSകാരൻ ഒരു കമ്പനി തുടങ്ങിയ ഇടണ പേരെന്ത്? നിങ്ങളെ മനസ്സിൽ പല പേരും വന്നില്ല. എന്നാ അതൊക്കെ കണ്ട് വായിച്ചാളി. അൽ ദുഹ, അൽ അക്ബർ. അപ്പൊ എന്താ? അറേബ്യൻ രാജ്യങ്ങളിലേക്ക് ബീഫ് പോണെങ്കിൽ ഇതാണ് തന്ത്രം എന്ന് ആർക്കറിയാം? അറിയാം. അപ്പൊ മതത്തെ ഉപയോഗിച്ച് അതേ ബീഫിനെയും മട്ടനെയും ഉപയോഗിച്ച് പണം ഉണ്ടാക്കുകയും ആ പണം വർഗീയ കലാപത്തിന് ഉപയോഗിക്കുകയും എന്നിട്ട് അതേ ബീഫും മട്ടന്റെ പേരിൽ മുഹമ്മദ് അഖിലാഖ് ഉൾപ്പെടെയുള്ള നിരപരാധികളായ മനുഷ്യരെ പച്ചക്ക് കത്തിച്ചും തച്ചും കൊന്നും ജീവൻ അങ്ങ് എടുത്തു പോയ RSSകാരുടെ തനി ചിത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അവരങ്ങനെയാണ്. അപ്പോ ഈ നാടിനകത്ത് ഇവർ ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങള് കാട്ടിക്കൂട്ടി പോവാണ്. ഇതിപ്പോ പൗരത്വ ഭേദഗതി നിയമം വന്നു. മുസ്ലിം ലീഗിനോട് ചോദിക്കട്ടെ, ഇപ്പൊ മുസ്ലിം ലീഗ് നാളെ ആരോ പ്രസംഗിക്കുന്നത് കേട്ടു, ഞങ്ങളുടെ പച്ചക്കൊടി, സമാധാനത്തിന്റെ പച്ചക്കൊടി പാറുന്നത് കൊണ്ടാണ് കേരളത്തിലെ ജനത പൗരത്വ ഭേദഗതി വന്നിട്ടും പേടിക്കാത്തത്. ഞാൻ വേറൊന്നും പറയുന്നില്ല. ഇപ്പൊ പ്രസംഗാണല്ലോ, പൊതുയോഗാണ്, ഇപ്പൊ ഈ ഫേസ്ബുക്കിലൊക്കെ വരുന്നതുകൊണ്ട് പറയുന്നില്ല. എന്താ കാരണം? എൻ്റെ നാട്ടിലെ കുറെ ഉമ്മമാര് ആ ഭേദഗതി നിയമം വന്നപ്പോൾ രാവിലെ കോളിംഗ് ബെല്ലടിക്കും, വന്നിട്ട് ചോദിക്കും, ആധാർ കാർഡിൽ എൻ്റെ പേര് വേറെയാണ്, സ്കൂൾ സർട്ടിഫിക്കറ്റിൽ വേറെയാണ്, എൻ്റെ കുട്ടീനെ പുറത്താക്കുമോ? ആധാരം കാണാനില്ല, അടയാധാരമില്ല സോഫിയ, ഞങ്ങൾ പോകേണ്ടി വരുമോ? പേടി ഉണ്ടായിരുന്നില്ല വന്ന ഉടനെ. ഇപ്പൊ എന്താ പേടി മാറിയത്? ലീഗിനെ കണ്ടിട്ടാ? അല്ല, കേരളത്തിന്റെ മണ്ണിൽ ഇടതുപക്ഷം തുടർ ഭരണത്തിലെത്തിയിട്ടുണ്ട്. അതുമാത്ര ആ തുടർ ഭരണത്തിന്റെ നേതാവായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അതിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷവും അതിൽ മുതൽക്കൂട്ടായി നിൽക്കുന്ന CPIM-ഉം കൃത്യമായി മോഡിയോട് പറഞ്ഞു എന്ത്? പൗരത്വ ഭേദഗതി നിയമത്തിന്റെ രജിസ്റ്റർ പട്ടികയുമായി ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥനും എന്റെ കേരളത്തിന്റെ മണ്ണിലേക്ക് കാലുകുത്തരുത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കി പ്രതിപക്ഷത്തെ കൂടെ നിർത്തി 12 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് കത്തെഴുതിക്കൊണ്ട് കൂടെ നിൽക്കണം എന്ന് ആവശ്യപ്പെട്ടു. അതുമാത്ര
പരമോന്നത കോടതി, സുപ്രീം കോടതിയിൽ ഈ നിയമത്തിനെതിരെ കേസ് കൊടുത്ത ഗവൺമെന്റിന്റെ പേര് കേരളത്തിലെ ഇടതുപക്ഷമാണ്. കഴിഞ്ഞില്ല. തടങ്കൽ പാളയങ്ങൾ നിർമ്മിക്കണമെന്ന് പറഞ്ഞപ്പോ എന്റെ നാടിനകത്ത് പിറന്നു വീണവൻ അവൻ ആഗ്രഹിക്കുന്ന കാലത്തോളം എന്റെ കേരളത്തിന്റെ മണ്ണിൽ തന്നെ ജീവിക്കുമെന്ന് ചങ്കൂറ്റത്തോടെ പ്രഖ്യാപിച്ച ഭരണാധികാരി ഈ കേരളത്തിന്റെ മണ്ണിൽ ഭരിക്കുന്നത് കൊണ്ടാണ് ഈ കേരളത്തിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ജയിപ്പിച്ചു വിട്ട 19 ആളെ കണ്ടിട്ട് രാഹുൽ ഗാന്ധി ഇറ്റലിക്ക് പോയിട്ടുണ്ട്. 5 നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെയൊക്കെ പ്രതിപക്ഷവും ഭരണപക്ഷവുമായിട്ട് കോൺഗ്രസ് ഇരിക്കുമ്പോ ഈ RSSനെ ഒന്ന് പൂട്ടാൻ ആ മനുഷ്യൻ ഈ നാട്ടിലൊന്ന് നിന്നിട്ട് കോൺഗ്രസ് ജയിച്ചാലും വേണ്ടിയില്ല, അവിടെ ഒന്ന് നിന്നിട്ട് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് പകരം ചെട്ടിയ നൂലജും പോലെ എന്നൊക്കെ ചൊല്ല് പണ്ടുണ്ട്. ഇങ്ങനെ പോകുക വരിക അതന്നെ പണിപ്പോ. ആ മനുഷ്യനെ കണ്ടിട്ടല്ലേ എത്ര 2 ലക്ഷം വോട്ടിന് ആ വയനാട്ടിൽ ആലോചിച്ചൂടട്ടാ. ആ വെള്ള ചുരിദാറും ആ റോസ് കൗളും തോണ്ടിയ ചോര തൂറ്റെന്നൊക്കെ ഉണ്ട് പറഞ്ഞപ്പോ എല്ലാരും കൂടിയാണ് ജയിപ്പിച്ചതാണ്. ഞാനിന്ന് ആ മനുഷ്യൻ ഹിന്ദി അറിയണോണ്ട് ഇവിടുന്ന് പോണവർക്കൊന്നും അത്ര വലിയ ഹിന്ദി ഇല്ലല്ലോ, കുച്ച എന്നാ ഇയാൾക്ക് നല്ലോ അറിയും. ഇയാൾ നല്ലോ നമ്മളെ കാര്യങ്ങൾ പറയുന്ന എന്ത് കാര്യം. എന്നാ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ വല്ലതും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മൂപ്പര് ഹോട്ടലിൽ കയറിയവര് ഈ കോലും കൊണ്ട് ചെല്ലുക. ഹോട്ടലിൽ കയറിയിട്ടുണ്ട്, ചായ ഇപ്പോൾ വരും, 2 പൊറാട്ട എടുത്തു, കറി ഒഴിച്ചതിൽ ബീഫിന്റെ കഷ്ണമില്ല, ഒന്നും കാലേ തിന്നുള്ളൂ, ബാക്കി 3/4 KPCCന്റെ നേതാക്കൾ തിന്നു. ഇതാ ചർച്ച? ഇതല്ലേ ചർച്ച? ഈ നാടിനകത്ത് എന്തെല്ലാം നിയമങ്ങൾ പാസ്സാക്കി. ഇപ്പൊ എന്നോട് ലീഗിന്റെ കാരണവന്മാർ നമ്മൾ അറിയുന്ന വയസ്സായ ആൾക്കാരാണ്. സോഫിയ, എൻ്റെ MP രാജേഷ് അവിടെ ഉണ്ടെങ്കിൽ നന്നായിന്ന്. എറണാകുളത്ത് നിന്ന് P രാജീവ് ഉണ്ടെങ്കിൽ തരക്കടില്ല, വേണ്ട, നമ്മളും പറഞ്ഞില്ലേ. പിന്നെന്താ പറഞ്ഞത്? ആറ്റിങ്ങല സമ്പത്തുണ്ടെങ്കിൽ കുഴപ്പമില്ല, നാടൻ പാട്ട് പാടുന്ന പെങ്ങളൂട്ടി ഉഷാറായി എന്ന് പറഞ്ഞ. ഇക്കരെ നിൽക്കുമ്പോ അക്കരെ വെച്ച, അക്കരെ നിൽക്കുമ്പോ ഇക്കരെ വെച്ചുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബ് തകർത്തു എന്ന് പറഞ്ഞ. കൊലവിളി നടത്തുന്ന സുധാകരനും ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിക്കണ സുധാകരൻ അവിടെ പോയി മിണ്ടിന്ന് പറഞ്ഞ. പാലക്കാട് നിന്ന് MP രാജേഷിന് പകരം ജയിച്ച ശ്രീകണ്ഠ എപ്പോഴെങ്കിലും ഒരു അക്ഷരമുണ്ട് നിങ്ങൾ കണ്ട? ഞങ്ങളും അതന്നല്ലേ പറഞ്ഞിരുന്നു. ഞങ്ങൾ എന്താ പറഞ്ഞത്? ഇന്ത്യ ഭരിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞില്ല. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ജനപ്രതിനിധികൾ ജയിച്ചു പോകണം. ഈ നാടിനകത്ത് മതനിരപേക്ഷത തകർക്കുന്ന തീരുമാനങ്ങൾ ഒരു ഗവൺമെന്റ് എടുക്കുമ്പോ, ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കുമ്പോ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയാനുള്ളത് പറയാൻ കഴിയുന്ന ചങ്കൂറ്റമുള്ള ചെറുപ്പക്കാര് ജനപ്രതിനിധികളെ ജയിപ്പിക്കണം. പക്ഷെ 19 എണ്ണത്തിന് തോൽപ്പിച്ച് 1നെ ജയിപ്പിച്ചു വിട്ട് അറ്റങ്ങൾ മിണ്ടണെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒക്കെ ആയിട്ട് വൈകുന്നേരം പൊതുയോഗത്തിന് പോന്നിട്ടാന്നറിയില്ല. നിങ്ങൾ കാണലുണ്ടോ? ഞാൻ കാണലില്ല. എന്തെങ്കിലും ഒന്ന് മിണ്ടുന്നത്. പിന്നെ UAPA ഭേദഗതി നിയമം വന്ന് അമിത്ഷാ ചുരിദാർ ഇട്ടിട്ടുണ്ട്, വറപ്പിച്ചപ്പോ ഇവരും പേരിച്ചിട്ട് ഒപ്പിട്ടിരുന്നവരോട് ചോദിച്ചാൽ എന്തിനാ നിങ്ങൾ ഒപ്പിട്ട? അത് ഞങ്ങൾക്കറിയില്ല, മൂപ്പര് പറഞ്ഞു ഞങ്ങൾ ഒപ്പിട്ടെന്ന്. അതല്ലല്ലോ, ഒപ്പിടാതെ നിന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ആ മനുഷ്യന്റെ പേര് ആലപ്പുഴയിൽ നിന്നും ചുറ്റികരിവാൽ നക്ഷത്രമടയാളത്തിൽ ലോകസഭയിലേക്ക് പറഞ്ഞയച്ച AM ആരിഫ് എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ എന്താ എതിർത്തത്? ഈ വാഴക്കാട് പരിധിയിൽ നിന്നും ഒരു ചെറുപ്പക്കാരനെ താടി വെച്ചതിന്റെ പേരിൽ, കയ്യിൽ ഒരു വളയിട്ടതിന്റെ പേരിൽ, മുടിയൊന്ന് നീട്ടി വളർത്തിയതിന്റെ പേരിൽ, അതുപോലെ പേര് മുഹമ്മദോ സുലൈമാനോ ആയതിന്റെ പേരിൽ, RSSന്റെ മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിൽ, ദളിതനായി പിറന്നു പോയതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പട്ടാളം ഈ വാഴക്കാടിലെ ഒരു വീട്ടില് രാത്രി 2 മണിക്ക് കയറി ആ ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ടുപോയി രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ കൊണ്ടുപോകുമ്പോ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി SIന്റെ മുന്നിൽ ഹാജരാക്കിയിട്ട് ഒപ്പിട്ടിട്ടേ കൊണ്ടുപോകാൻ കഴിയുമായിരുന്നുള്ളൂ. അപ്പൊ അച്ഛനും അമ്മക്കും ഉമ്മക്കും ബാപ്പക്കും അറിയാം എന്റെ മോൻ എവിടെയാണെന്ന്. പക്ഷെ ഈ നിയമം വന്നതോടുകൂടി ആരെ പോലീസ് UAPA കുറ്റം ചുമത്തി, രാജ്യദ്രോഹ കുറ്റം ചുമത്തി കൊണ്ടുപോകുകയാണെങ്കിലും ഈ പോലീസ് സ്റ്റേഷനിൽ എന്ന് മാത്രമല്ല ഈ കേരളത്തിന്റെ സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെ പോലും അറിയിക്കണ്ട. നമ്മളെ നാട്ടില് നടക്കാത്തത് ഇടതുപക്ഷം ഭരിച്ചിട്ടാ. ഉത്തർപ്രദേശിനകത്ത് NRCയുടെ ഭാഗമായി സമരം ചെയ്ത 10,000 കണക്കിന് വരുന്ന വിദ്യാർത്ഥികളെയും
മാധ്യമ റിപ്പോർട്ടർമാരെയുമാണ് UAPA കുറ്റം ചുമത്തി ജയിലിൽ അടച്ചിട്ടുള്ളത്. മരിച്ച മയ്യത്തെ കൊണ്ട് പുറത്തേക്ക് വരുള്ളൂ, അതിന്റെ മുന്നേ സാധുക്കൾക്ക് പുറത്തേക്ക് അടക്കാൻ പറ്റൂല. നിയമ എതിർക്കാൻ ആരെയുണ്ടായി? കർഷക സമരം നടന്നില്ലല്ലേ? ആ കർഷക സമരത്തിൽ എന്നെ എപ്പോഴും വേദനിപ്പിക്കുന്ന ഒരു ചിത്രമുണ്ട്. ആ ചിത്രം എന്താണെന്നറിയോ? ഒരു കർഷകൻ, ഒരു 65-70 വയസ്സിനിടയിൽ പ്രായമുള്ള ഒരു മനുഷ്യൻ, ഒരു കയ്യിൽ അദ്ദേഹം ഇങ്ങനെ മുദ്രാവാക്യം ചുരുട്ടി ഉയർത്തി മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. പക്ഷെ മറു കയ്യിൽ മൂത്രത്തിന്റെ സഞ്ചിയാണ്, പൈപ്പും സഞ്ചിയുമായി ഒരു മനുഷ്യൻ നടക്കണം. അയാൾക്ക് ഇനി എത്ര കാലം ഭൂമിക്കകത്ത് കൃഷി ചെയ്യാൻ കഴിയും? പക്ഷെ അയാൾക്ക് വേണ്ടിയല്ല, ഈ ഇന്ത്യ രാജ്യത്ത് 135 കോടി ജനതക്ക് വേണ്ടിയിട്ട് ആ അസുഖത്തിന്റെ സമയത്തും മൂത്രത്തിന്റെ സഞ്ചി പിടിച്ചുകൊണ്ട് സമരം ചെയ്യാം. ആ സമരക്കാരുടെ മുന്നിലേക്ക് 700-800 ഇടയിലുള്ള മരണം നടന്നില്ലേ? വെള്ള പുതപ്പിച്ച് കർഷകന്റെ മയ്യത്ത് കൊണ്ടുവെക്കുന്ന സമയത്തും ഞങ്ങൾക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണം, ഞങ്ങളും ഇങ്ങനെ മരണപ്പെട്ടു പോകും, എവിടെയാണ് ഞങ്ങളുടെ ശവശരീരം കുഴിച്ചിടുക എന്ന് പോലും തിരിച്ചറിയില്ല. ഒരു നേരമെങ്കിലും ഞങ്ങളുടെ മക്കൾക്കൊന്ന് വന്നു നോക്കാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു കുഴിയിലേക്ക് ഞങ്ങളുടെ മൃതശരീരം തള്ളപ്പെടും, അതുകൊണ്ട് തിരിച്ചു വീട്ടിലേക്ക് പോകണമെന്ന് ആ കർഷകർ കരുതിയിരുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു സമരം നരേന്ദ്രമോദിക്കെതിരെ വിജയിപ്പിക്കാൻ സാധിക്കുമായിരുന്നോ? സാധിച്ചോ? അപ്പോ നമ്മുടെ നാട് ആ തരത്തിലേക്ക് മാറിക്കഴിഞ്ഞു. അവിടെയാണ് ഇവർ കുത്തിത്തിരിപ്പിച്ച് നടക്കുന്നത്. കേരളത്തിൽ നിങ്ങൾ നോക്കിയേ, ഇത്ര നല്ല ഒരു ഗവൺമെന്റിന് കിട്ടുമോ? കണ്ടിട്ടുണ്ടോ നമ്മൾ? എന്തെല്ലാം കാര്യങ്ങളാണ്. ആ 1600 റുപ്യന്റെ പെൻഷൻ പോരെ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 1600 രൂപ. ഇവിടെ കുറെ ഭർത്താക്കന്മാർ ഇരിക്കുന്നുണ്ടല്ലോ, കുറെ ഭാര്യമാരുണ്ട്, അച്ഛന്മാരുണ്ട്, വാപ്പമാരുണ്ട്. ഏതെങ്കിലും ഒരു മക്കൾ വാപ്പക്കോ ഏതെങ്കിലും ഒരു ഭർത്താവ് ഭാര്യക്കോ എല്ലാ ദിവസവും 50 റുപ്യ കൊടുത്തിട്ട് ഇത് വെച്ചോ? അങ്ങനെ മാസം 1500 റുപ്യ ഉണ്ടാവുമോ? ഇല്ലല്ലോ. 60 ലക്ഷം വരുന്ന മനുഷ്യർ, അതിൽ വിധവകളുണ്ട്, വികലാംഗരുണ്ട്, മാനസിക രോഗമുള്ളവരുണ്ട്, നട്ടല് തളർന്നു കിടക്കുന്നവരുണ്ട്, 60 വയസ്സ് കഴിഞ്ഞവരുണ്ട്. അങ്ങനെ ഒരാളുടെ സഹായത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന 60 ലക്ഷം വരുന്ന മനുഷ്യരുടെ വീടിന്റെ കോലായിലേക്ക് സഹകരണ ബാങ്കിന്റെ ജീവനക്കാരൻ പെൻഷനുമായിട്ട് കടന്നു വരുമ്പോ, ആ പെൻഷൻ സ്വീകരിക്കാൻ വരുന്ന ആൾക്ക് പനിയാണ്, തളർന്നു കിടക്കുകയാണ് എന്ന് പറയുമ്പോ, ആ ജീവനക്കാരൻ വീടിന്റെ കിടപ്പറയിലേക്ക് കടന്നു ചെന്ന് ഒരു കയ്യിൽ മഷി പുരട്ടി മറു കയ്യിൽ പെൻഷൻ എത്തിച്ചു കൊടുക്കുന്ന നാടിന്റെ പേരാണ് കേരളം എന്ന് പറയുന്നത്. ആ കേരളത്തെ കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതുപോലെ തന്നെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ, ഇപ്പൊ തീരുമാനിച്ചു, കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ആശ്രിതർക്ക് 3 വർഷക്കാലത്തേക്ക് 5000 രൂപ വീതം വെച്ച് ആശ്രിതർക്ക് അവർക്കൊരു ജോലിയാകുന്നത് വരെ, അവർക്കൊന്ന് മുന്നോട്ട് പോകാൻ പിച്ച വെച്ച് നടക്കാൻ കഴിയുന്നത് വരെ 3 വർഷത്തേക്ക് 5000 രൂപ കോവിഡ് ബാധിച്ചവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ച ഒരു ഗവൺമെന്റ് നമ്മുടെ കേരളത്തിനകത്തുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാടിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഈ 6 മാസം കൊണ്ട് നമ്മുടെ ഗവൺമെന്റ് ചെയ്തു കൂട്ടിയിട്ടുണ്ട്. നമുക്ക് തന്നെ അത്ഭുതം തോന്നും. ലൈഫ് ഭവന പദ്ധതി ആലോചിച്ച് നോക്കിയേ. ഞാനൊരു രക്ഷിതാവ്, എനിക്കൊരു മകളുണ്ട്. ഞാൻ കുറച്ചു കാലം വാടക വീട്ടിൽ താമസിച്ചിരുന്നു. ആ സമയത്തൊക്കെ കടന്നുറങ്ങുമ്പോ എന്റെ മനസ്സിലുണ്ടായിരുന്നത്, ഞാനൊന്ന് കണ്ണടയുന്നതിന് മുമ്പ് എന്റെ മകൾക്കൊരു വീട് വെച്ച് കൊടുക്കാൻ കഴിയില്ലേ എന്ന് എത്രയോ തവണ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. കഴിയില്ലേ എന്ന് എന്റെ പ്രതീക്ഷ, എന്റെ ലക്ഷ്യം ഇന്ന് സാധിച്ചു. അതുപോലെ കേരളത്തിലെ കുഞ്ഞുങ്ങളുള്ള ഒരു കുടുംബ ജീവിതം നയിക്കുന്ന മുഴുവൻ മനുഷ്യരും അവനവന്റെ കണ്ണടയുമ്പോ വാടക കൊടുക്കാനില്ലാത്തതിനാൽ തങ്ങളുടെ മക്കളെ ആരും തെരുവിലേക്ക് ഇറക്കിവിടാൻ പറ്റാത്ത രീതിയിൽ നല്ല ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ കൂലിയില്ല, അവർക്ക് ഭൂമി വാങ്ങാൻ കഴിവില്ല, കെട്ടിടം നിർമ്മിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല. അങ്ങനെയുള്ള 2.5 ലക്ഷം കുടുംബങ്ങൾക്ക് ഭൂമിയും വീടും നൽകിക്കൊണ്ട് കൂടെ നിൽക്കുമ്പോ ഒരു വീട്ടിൽ 4 ആളുണ്ടെങ്കിൽ 10 ലക്ഷം വരുന്ന മനുഷ്യരുടെ കണ്ണീരാണ് ഈ കേരളത്തിലെ ഗവൺമെന്റ് ഒപ്പിയെടുത്തുകൊണ്ട് സന്തോഷഭരിതരാക്കിയത്. അതിൽ ചുവപ്പ് പെയിന്റ് അടിക്കാൻ വന്നിട്ടില്ല, ഒരു ബൈത്തിന്റെയും പേര് ഞങ്ങൾ ഇട്ടിട്ടില്ല. അഭിമാനത്തോടു കൂടി കയറി
ചെല്ലാൻ പറ്റുന്ന ഇടങ്ങളാക്കി ലൈഫ് വീടുകളെ മാറ്റിക്കൊണ്ട് കേരളത്തിലെ ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിച്ചില്ലേ? ഭക്ഷ്യധാന്യ കിറ്റ് നമ്മള് അന്നൊക്കെ എന്നോട് ഇങ്ങനെ എല്ലാവരും പറയും ഈ ചെറുപയറും കടലയും എന്ന് എന്തൊക്കെ ഉണ്ടാക്കുമ്പോൾ. ഇപ്പൊ എന്നോട് കുറെ ആൾക്കാർ പറയും ഇപ്പൊ പഴയ പോലെ ഒന്ന് കിട്ടിയെങ്കിൽ തിരക്കിടില്ല അല്ലേ. ഇപ്പൊ ഇന്നത്തെ വാർത്ത ഉണ്ട്, ഞാൻ ആ വാർത്ത ഒന്ന് എഴുതിയിരുന്നു, ഞാൻ നെട്ടിപ്പോയി. എന്താ വെച്ചാൽ 2020-21 കേന്ദ്ര സർക്കാർ ഭക്ഷ്യ സബ്സിഡി 5.29 ലക്ഷം കോടി നമുക്ക് തന്നിരുന്നു. ഇപ്പൊ 21-22 ബജറ്റിൽ വെക്കാൻ പോണത് 3.29 ലക്ഷം കോടി കുറച്ചു. ജനസംഖ്യ കൂടുമ്പോ മൂപ്പര് കുറക്കണം. എന്നാ കേരളത്തിൽ വെള്ളക്കാടിന് 5 കിലോ കിട്ടുന്നത് ഇനി മുതൽ എന്തൊക്കെയാണ് 10 കിലോ കൊടുക്കാൻ തീരുമാനിക്കുക. അതാണ് രണ്ടും കൂടിയുള്ള മാറ്റം. എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഓൺലൈൻ വിദ്യാഭ്യാസം കൊടുത്തില്ലേ? മറ്റാള് കണ്ണൂരിൽ നിന്നല്ലേ ചോദിച്ചിരുന്നു എന്ത് മുഖ്യമന്ത്രിയാണത്? 13 ലക്ഷം കുട്ടികൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയില്ലേ? നിങ്ങൾ പോയി നോക്കണം. മധ്യപ്രദേശില്, പഞ്ചാബില്, ഹരിയാനയില്, ബീഹാറില്, ഉത്തർപ്രദേശില് 2 വർഷം അധ്യയനം നഷ്ടപ്പെട്ടുകൊണ്ട് കുട്ടികൾ സ്കൂൾക്ക് പോണില്ല. ഇപ്പൊ 21 വയസ്സാക്കിയപ്പോ നമ്മൾ എതിർത്തല്ലോ. എന്തിനാ എതിർത്തത്? കേരളത്തിൽ ഇങ്ങനെ നിന്ന് നോക്കുമ്പോ അല്ല ചൊർക്കാം. പക്ഷെ നമ്മുടെ ശ്രീമതി ടീച്ചർ ഒരിക്കൽ എന്നോട് പറഞ്ഞു, മധ്യപ്രദേശിക്ക് ടീച്ചർ എന്തോ MP ആയിരിക്കുന്ന സമയത്ത് പോയപ്പോഴാ ഇവർ ഈ ശൗചാലയം ഉണ്ടാക്കി കൊടുക്കുമല്ലോ, പെട്രോളിന് വില വിട്ടുന്ന ഫൈനാണല്ലോ. ആ ശൗചാലയം ഉണ്ടാക്കി കൊടുത്ത് ശൗചാലയം കണ്ടപ്പോ ഇവർ ഷോറൂം ആക്കി മാറ്റിയിരിക്കുന്നു. ശൗചാലയത്തിന്റെ ഉള്ളിലാണ് ഇവർ എല്ലാ സാധനങ്ങളും സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പൊ ചോദിച്ചാൽ എന്താ ഇത്? അപ്പൊ പറഞ്ഞു ആ ശൗചാലയത്തിൽ കൊണ്ടാകാനുള്ള വെള്ളം ഞങ്ങൾക്കില്ല. അപ്പൊ ആദ്യം എന്താ വേണം? കക്കൂസില് ഒഴിക്കാനുള്ള വെള്ളം വേണം, എന്നാലും അവിടെ ഇരുന്നിട്ട് കാര്യം സഹിച്ചാൻ പറ്റുള്ളൂ. അതേപോലെയാണ് വീടുണ്ട് അവിടെ ഇല്ല, പോഷകാഹാരം ഉണ്ടാ പെൺകുട്ടികൾക്ക്. കേരളത്തിക്ക് നോക്കണ്ട കേട്ടോ, കേരളത്തിക്ക് നിങ്ങൾ നോക്കരുത്. കേരളത്തിക്ക് നോക്കാതെ നോക്കുമ്പോ ഒരു പെൺകുട്ടിയെ സുരക്ഷിതമായി താമസിക്കാനുള്ള വീടില്ല, പോഷകാഹാരമില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല. ആ പെൺകുട്ടിയെ 21 വയസ്സുവരെ എങ്ങനെ കാത്തു സംരക്ഷിക്കുമെന്ന RSS പറയുന്നത്? 17 വയസ്സുള്ള പെൺകുട്ടിയെ ക്രൂരമായ ബലാത്സംഗത്തിന് RSSന്റെ ഒരു MLA പീഡിപ്പിച്ചിട്ട് അത് പറയാൻ ചെന്ന അച്ഛനെ അവിടെ കൂട്ടിക്കൊണ്ടുപോയി മകളെയും അമ്മയെയും ഹോട്ടലിലെ റൂമിലാക്കിയിട്ട് അവസാനം അച്ഛനോട് സംസാരിക്കണമെന്ന് പറഞ്ഞ ആ മനുഷ്യനെ ചുട്ടുകൊന്ന് അവസാനം ആ ചുട്ടുകൊന്ന മയ്യത്തുമായി ആംബുലൻസ് നീങ്ങുമ്പോൾ ഹോട്ടലിന്റെ റൂമിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് ആ ആംബുലൻസിന്റെ പിന്നാലെ പോകണം എന്ന് പറഞ്ഞ് വാഹനത്തിൽ പറഞ്ഞു വിട്ട് വീടിന്റെ മുന്നിലെത്തി ആംബുലൻസിൽ നിന്നും സംസാരിക്കാൻ കൊണ്ടുപോയ അച്ഛന്റെ മയ്യത്ത് കണ്ട സംഭവം ഈ നാട്ടിലാണ്. അപ്പൊ നമ്മുടെ നാട് അത്തരം കാര്യങ്ങളെ 18 വയസ്സ് കഴിഞ്ഞാൽ ആര് ഭരിക്കണം നമുക്ക്? അപ്പൊ ഏകീകരണം എന്ന് പറഞ്ഞത് അതല്ല. ഏകീകരണം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും വേണം. അപ്പോ അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ അതിനിടയിൽ അത്തരം ഒരു അഭിപ്രായം ഇടതുപക്ഷം പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് പറഞ്ഞു. അപ്പൊ നമ്മുടെ നാട് വലിയ അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. RSS നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് വെട്ടിയല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ RSSന് ഞങ്ങളുടെ രാജ്യത്തിന്റെ, അങ്ങനെ തന്നെ ഞങ്ങൾ പറയും, ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ എന്ത് പങ്കാണ് RSS ഉള്ളത്? ലക്ഷക്കണക്കിന് വരുന്ന ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും തോളോട് തോൾ ചേർന്ന് നിന്ന് അവരുടെ ജീവനും രക്തവും ഈ മണ്ണിന് കൊടുത്തിട്ട് ആ ചോര കലർന്ന മണ്ണിൽ കാൽപാദം ചവിട്ടി നിന്നിട്ടാണ് RSS നിങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുണ്ട്. ഞാനൊരു പെണ്ണിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം പറയാം. ആദിബ ബീഗം ബാനു, ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ആദിബ ബീഗം ബാനുവിന്റെ 2 മക്കളുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും. അവര് 2 പേരും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കെടുത്ത് ജയിലിൽ കിടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ വന്നിട്ട് ഇവരോട് സംസാരിക്കുമ്പോ നല്ല വിദ്യാഭ്യാസമുള്ള 2 ചെറുപ്പക്കാർ. അപ്പൊ ഇവരോട് ഇങ്ങനെ പറയാണ്, നിങ്ങൾ ഇവിടുന്ന് മാപ്പ് എഴുതി തന്നാൽ എന്ത് ചെയ്യാ, നിങ്ങൾക്ക് നല്ല ജോലി തരാം, നല്ല ശമ്പളം തരാം. തുടർച്ചയായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം ഇവരുടെ അയൽവാസി വരാണ് ഇവരെ കാണാൻ വേണ്ടിയിട്ട്. അയൽവാസിയോട് പറഞ്ഞു, ഞങ്ങളുടെ ഉമ്മയോട് നിങ്ങൾ ഈ വിവരം ഒന്ന് പറയണം, ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഉമ്മയോട് ഈ അയൽവാസി ചെന്നിട്ട് പറഞ്ഞു,
നിങ്ങളുടെ മക്കൾ മാപ്പ് എഴുതി കൊടുത്താൽ നല്ല ജോലി ബ്രിട്ടീഷുകാർ കൊടുക്കും, നല്ല ശമ്പളം കൊടുക്കും. അതുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണണമെന്ന് മക്കൾ പറഞ്ഞിട്ടുണ്ട്. ആ ഉമ്മ തീവണ്ടി കയറി മക്കളുടെ ജയിലിന് മുന്നിലെത്തുക. ജയിലിൽ ഉറപ്പാണ് സെല്ലിന്റെ അവിടെ മക്കളെ കാണാൻ ചെല്ലുമ്പോ സെല്ലിന്റെ ആ കമ്പിയഴികളിൽ ഉമ്മ കൈ പിടിച്ചു. മക്കള് രണ്ടും ആ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചപ്പോ ഉമ്മ പറഞ്ഞു, നിങ്ങളെ താരാട്ട് പാടി ഉറക്കിയത് എൻ്റെ ഈ മാറത്ത് എൻ്റെ ഈ രണ്ട് കൈകൾ ചേർത്ത് വെച്ചാണ്. നിങ്ങൾക്ക് ഭക്ഷണം വാരി തന്നതും എൻ്റെ ഇതേ കൈകൾ കൊണ്ടാണ്. നിങ്ങളെ പിച്ച വെച്ച് നടക്കാൻ പഠിപ്പിച്ചതും എൻ്റെ കൈകൾ കൊണ്ടാണ്. പക്ഷെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത് മാപ്പെഴുതി കൊടുത്തു നിങ്ങളെങ്ങാനും പുറത്തിറങ്ങി എന്ന് ഞാൻ അറിഞ്ഞാൽ ആ നിമിഷം എൻ്റെ ഇതേ കൈകൾ കൊണ്ട് നിങ്ങളെ ഞാൻ കഴുത്ത് ഞെരിച്ചു കൊല്ലും എന്ന് പറഞ്ഞ മക്കളെ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിലേക്ക് പറഞ്ഞുവിട്ട ആദിവ ബീഗം ബാനുവിനെ പോലെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗത്തിന്റെ നേട്ടമാണ് RSS ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു മലബാർ സ്വാതന്ത്ര്യ സമര സേനാനികളെ വെട്ടണം. ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റുക. ആരെയാ വെട്ടിമാറ്റുന്നത്? ഈ രാജ്യത്തെ മലബാർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത MP നാരായണ മേനോൻ. നിങ്ങൾ പറഞ്ഞല്ലോ ഇത് മാപ്പിള കലാപമാണ്, ഇത് വർഗീയ ലഹളയാണ്. അങ്ങനെയാണെങ്കിൽ 13 വർഷക്കാലം മലബാർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ, മാപ്പെഴുതി കൊടുക്കാത്തതിന്റെ പേരിൽ 13 കൊല്ലം ജയിലിലിട്ട MP നാരായണ മേനോൻ ചെർപ്പുളശ്ശേരിയിൽ നിന്നും ഷൊർണൂറിലേക്ക് 14 കിലോമീറ്റർ കുതിരയുടെ പുറത്ത് കയറ് കെട്ടി നടു റോട്ടിലൂടെ നട്ടുച്ചക്ക് വലിച്ചയച്ചു കൊണ്ടുപോയ ബ്രഹ്മദത്തൻ മൂഴിക്കുന്നത്ത് ഈ രാജ്യത്തിനു വേണ്ടി 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച രക്തസാക്ഷിയാകാൻ അവസരം തന്ന അള്ളാഹുവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇടനെഞ്ചിലേക്ക് വെടിയുണ്ട ഏറ്റുവാങ്ങിയ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അങ്ങനെയുള്ള സമരസേനാനികളെ ചരിത്രത്തിന്റെ പട്ടികയിൽ നിന്നും RSS വെട്ടിമാറ്റുക. എതിർക്കണ്ടേ? അത് എതിർക്കണീന് പകരം ഇവരെന്താ കാട്ടുന്നു? ഇവർ ഒപ്പനടിച്ചുകൊണ്ടിരിക്കുക. എവിടെ? ആലപ്പുഴയിലെ SDPIന്റെ നേതാവിനെ RSSകാർ വെട്ടുന്നു. RSSന്റെ നേതാവിനെ 2 മണിക്കൂറിനുള്ളിൽ SDPക്കാരും വെട്ടുന്നു. എന്നിട്ട് ഇവര് പറയാം ഞങ്ങൾ ഭയങ്കര സംഭവമാണ്. നിങ്ങൾ എന്ത് സംഭവം? നിങ്ങളെ ഒരു ചരിത്രം ഞാനൊന്നുകൊണ്ട് പറഞ്ഞുതരാം. ആ ചരിത്രം എന്താണെന്നറിയോ? 2004 ജൂൺ മാസം 7-ാം തീയതി ഇവരിതേമാതിരി കൊന്ന ഒരു ചരിത്രം. 2004 ജൂൺ മാസം 7-ാം തീയതി പുന്നാട്ട് മുഹമ്മദ് എന്ന് പറയുന്ന SDPIയുടെ പ്രവർത്തകനെ RSSകാർ വെട്ടിക്കൊല്ല. അടുത്ത കൊല്ലം, അതായത് 2005 മാർച്ച് മാസം 10-ാം തീയതി ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകനായ അശ്വിനി കുമാറിനെ SDPIയും വെട്ടിക്കൊന്നു. രണ്ടൂട്ടരും കൊന്നു. ആലപ്പുഴയിലുള്ള മാതിരി തന്നെ. ആ കൊന്നിട്ട് ഇവർ ഇത്ര ശത്രുക്കളാണെങ്കിൽ ആ കൊന്ന കേസ് കോടതിയിൽ SDPI പറയട്ടെ, ആ കേസിന്റെ വിധി എന്താ? ആ കേസിന്റെ വിധി എന്ത്? നിങ്ങൾ നാട്ടില് വർഗീയ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി, ഇടതുപക്ഷത്തെ മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മോശമാണെന്ന് പറയുന്നതിന് വേണ്ടി, ഈ കേരളത്തിലെ ഇടതുപക്ഷ ഭരണം ക്രമസമാധാനം ഇല്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ട് കളിക്കല്ലേ. അന്ന് ആ കേസ് കോടതിയിൽ വിചാരണ നേരിട്ടിട്ടില്ല. വിചാരണയില് 6 സാക്ഷികളില്ല. SDPIനെ കൊന്ന മുഹമ്മദിനെ കൊന്നതിന് സാക്ഷി പറയാൻ SDPIക്കാരൻ കൂട്ടുകേറിയില്ല. RSSകാരനെ കൊന്നതിന് സാക്ഷി പറയാൻ ഒരു RSSകാരനും കൂട്ടുകേറിയില്ല. ഒത്തുകച്ചവടം നടത്തിയിട്ട് ഇവർ പിരിഞ്ഞു പോന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. കോടതിക്ക് പുറത്ത് വെച്ച് ഇവർ 2 കൂട്ടരും ഒത്തുതീർന്നു. ആലപ്പുഴയിൽ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റുമോ? അവരെ ലക്ഷ്യം വർഗീയ കലാപമാണ്. അതുണ്ടാകാതെ പോയത് എന്തുകൊണ്ടാ അറിയോ? ഇടതുപക്ഷം കേരളം ഭരിക്കുന്നത് കൊണ്ടാ. മുഴുവൻ പ്രതികളെയും പിടിച്ചടക്കിയത് കൊണ്ടാ. എത്ര ആളുകളെയാണ് കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. കഴിഞ്ഞ 1 വർഷത്തിനിടെ 8 കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നില്ലേ? ഈ അവസാനം കൊന്നത് പത്തനംതിട്ടയിലെ തിരുവല്ലയിലെ സന്ദീപ് കുമാർ. എന്താ ആ ചെറുപ്പക്കാരൻ ചെയ്ത തെറ്റ്? അദ്ദേഹം ലോക്കൽ സെക്രട്ടറിയായി വന്നതിന് ശേഷം 200 RSSന്റെ പ്രവർത്തകർ കാവിക്കൊടി ഉപേക്ഷിച്ചുകൊണ്ട് ചെങ്കൊടി ഏറ്റുവാങ്ങാൻ വന്നി. തെറ്റാണോ? 27 വർഷത്തിന് ശേഷം അദ്ദേഹം ലോക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന പഞ്ചായത്ത് കോൺഗ്രസിൽ നിന്നും ഇടതുപക്ഷം ഭരണം തിരിച്ചുപിടിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ, ഭവന നിർമ്മാണം, പാലിയേറ്റീവ് പ്രവർത്തനം, അങ്ങനെ സകലമാന കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സന്ദീപ് കുമാർ, 2 മക്കളുടെ അച്ഛൻ,
ആ അച്ഛനെ 8 മണിക്ക് രാത്രി 5 അംഗ RSS സംഘം വെറുതെ വെട്ടിക്കൊല്ലാണ്. ആ വെട്ടിക്കൊന്നിട്ട് ഇവരാരും ഒരു കവിത എഴുതിയില്ലല്ലോ. എന്തേ നിങ്ങൾ കവിത എഴുതാഞ്ഞ് പേനയിൽ മഷി തീർന്നോ? എന്തേ ഒരു മാധ്യമ പ്രവർത്തകനും കണ്ണുനീരിനെ കുറിച്ച് സംസാരിക്കാത്തത്? ഞങ്ങളുടെ സഖാക്കൾക്ക് ഇതൊക്കെ ഇല്ലേ? ഞങ്ങളുടെ സഖാക്കള് മാനത്തു നിന്നും പൊട്ടിമുളച്ച് താഴേക്ക് വീണതല്ല. എല്ലാ മരണപ്പെട്ട നിങ്ങൾ കൊന്നൊടുക്കിയ സഖാക്കളെയും ഓരോ അമ്മമാരും 9 മാസവും 9 ദിവസവും ഗർഭപാത്രത്തിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ചതാണ്. അവരെ പഠിപ്പിച്ചതാണ്. അവരുടെ കയ്യോ കാലോ വളരുന്നുണ്ടോ എന്ന് നോക്കി പഠിപ്പിച്ചതാണ്. അവർക്ക് ജോലിയാകാൻ, അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ, അവർക്ക് പേരക്കുട്ടികൾ ഉണ്ടാകാൻ നമ്മളെപ്പോലെ ആറ്റുനോറ്റ് കാത്തിരുന്ന ആ അച്ഛനെ കുറിച്ചും അമ്മയെ കുറിച്ചും എന്തേ നിങ്ങൾ പറയാത്തത്? അദ്ദേഹത്തിന്റെ മൃതശരീരം ആ വീടിന് മുന്നിൽ കൊണ്ടുവെക്കുന്ന സമയത്ത് ചങ്കൊടിയുടെ മേലെ മറ്റൊരു ചുവപ്പ് നമ്മൾ കണ്ടു. 2 ദിവസം കഴിഞ്ഞാൽ തന്റെ പ്രിയതമന്റെ പിറന്നാളാണ്. ആ പിറന്നാളിന് തന്റെ ഭർത്താവിന് കൊടുക്കാൻ വെച്ച ഷർട്ട് മയ്യത്തിന്റെ മേലെ വെക്കുക. ആ വിധവയായ സ്ത്രീയുടെ കണ്ണുനീരിനെ കുറിച്ച് എന്തേ പറയാത്തത്? അദ്ദേഹത്തിന്റെ 2 മക്കള് സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിയിട്ടില്ല. പോകുമ്പോ മറ്റു കുട്ടികൾ അച്ഛന്റെ കൈ പിടിച്ചു വരുമ്പോ ഈ ചെങ്കൊടി പിടിച്ചത് കാരണം നിങ്ങൾ അറുത്തു മാറ്റിയില്ലേ അവരുടെ അച്ഛനെ? എന്തേ പറയാത്തത്? അവരുടെ അമ്മയെ കുറിച്ച്, അവരുടെ അച്ഛനെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ കൊന്നൊടുക്കുകയാണ്. 600-ലധികം വരുന്ന സഖാക്കളെ കണ്ണൂരിൽ മാത്രം 71 സഖാക്കൾ RSS കൊന്നതാണ്. ഉമ്മൻചാണ്ടിയുടെ 5 കൊല്ലത്തെ ഭരണത്തിൽ 36 സഖാക്കളെയാണ് ഇല്ലാതാക്കിയത്. അങ്ങനെ കൊന്നൊടുക്കുകയാണ് നിങ്ങൾ. പക്ഷെ ആ കൊന്നൊടുക്കുമ്പോ നിങ്ങൾ കരുതണ്ട, RSSും SDPഐയും ജമാഅത്തെ ഇസ്ലാമി അടുത്ത സമരത്തിന് ഇറങ്ങിയിട്ടുണ്ട്. കേരളയില് മറ്റേ ഗെയിലിലായിരുന്നു ജുമാസ്കരിച്ചത്. ഓരോ വീടിന്റെ മുന്നിൽ മഞ്ഞ ബോർഡ്, ഈ വീട്ടിലേക്ക് കടക്കരുത്, ഈ വീട്ടിൽ ഇപ്പൊ ആകെ ആശലൈവ് അതുകൊണ്ടാണ് ഇറങ്ങാറായിരിക്കുന്നത്. ആ ബോർഡ് ഇങ്ങനെ നിറഞ്ഞു കിടക്കുക. ആൾക്കാർ പോയി പണിയൊക്കാൻ പറഞ്ഞു പൈസയും വാങ്ങിയാണ്ട് അവനവന്റെ കാര്യം നോക്കിപ്പോയി. എന്തെല്ലാം പ്രചരണങ്ങൾ! ആദ്യങ്ങൾ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് വികസന വിരോധികളാണ്. ഞങ്ങൾ കേരളയിൽ കൊടുത്താൽ നിങ്ങൾക്ക് പറ്റൂല, സൗജന്യ വാക്സിൻ കൊടുത്താൽ നിങ്ങൾക്ക് പറ്റൂല, ഞങ്ങൾ ജലപാത കൊടുത്താൽ നിങ്ങൾക്ക് പറ്റൂല, മലയോര ഹൈവേ വന്നാൽ പറ്റൂല, 4 വരി പാത വന്നാൽ പറ്റൂല, കെ-ഫോൺ വന്നാൽ പറ്റൂല, മെട്രോ വന്നാൽ നിങ്ങൾക്ക് പറ്റൂല, വിമാനത്താവളം വന്നാൽ നിങ്ങൾക്ക് പറ്റൂല. ഞങ്ങളിങ്ങനെ നേട്ടങ്ങളുടെ പർദീസ സൃഷ്ടിച്ചുകൊണ്ട് ലോകം തന്നെ വികസനത്തിന്റെ നാടായി, ഒരു വജ്രത്തിളക്കമുള്ള നക്ഷത്രമായി ലോകത്തിന്റെ ഭൂപടത്തിൽ ഒരു രാജ്യമായി അടയാളപ്പെടുത്താൻ പോവുകയാണ് കേരളത്തെ. ആ കേരളം ഇങ്ങനെ അംഗീകാരം നേടുമ്പോൾ നിങ്ങൾക്ക് കുശുമ്പുണ്ടാകും. നിങ്ങൾ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ അണിനിരന്നുകൊണ്ട് ഞങ്ങളെ എതിർക്കും. ഈ ഭരണത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്ത് നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്നു ആ കളിയൊക്കെ നിങ്ങൾ ആവനായിൽ അവസാനത്തെ അമ്പെടുത്ത് പ്രയോഗിച്ചാലും ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് ഈ ചെങ്കൊടിയിലേക്കാണെങ്കിൽ അത് ഞങ്ങളെ ഏൽപ്പിച്ചു പോയ രക്തസാക്ഷികൾ അടക്കമുള്ള ഞങ്ങളുടെ കാരണന്മാർ ഏൽപ്പിച്ചു പോയ ആ ചെങ്കൊടി ഓരോ ദിവസവും കളറിങ്ങനെ ചുവന്ന് തുടുത്ത് കട്ട ചുവപ്പായിട്ട് മാറുന്നുണ്ടെങ്കിൽ അതിനെ നോക്കിയിട്ടാണ് ഓരോ സഖാവും ഇൻകുലാബിന്റെ ധ്വനികൾ വാനിലേക്ക് മുഷ്ടി ചുരുട്ടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൊണ്ട പൊട്ടുമാറുച്ചത്തിൽ വിളിക്കുന്നതെങ്കിൽ അവസാനത്തെ സഖാവിന്റെ കയ്യിൽ നിന്ന് ആ പതാക ഊർന്ന് താഴെ വീഴുന്നത് വരെ ഈ നാടിനെ സംരക്ഷിക്കാൻ, വർഗീയതയെ എതിർക്കാൻ, മതനിരപേക്ഷതയ്ക്ക് കാവലാളാകാൻ, നിങ്ങളുടെ പ്രയാസങ്ങൾ മുദ്രാവാക്യങ്ങളായി ഏറ്റെടുത്തുകൊണ്ട് സമര പോരാട്ടത്തിനിറങ്ങാൻ എല്ലാ മനുഷ്യർക്കും അവരുടെ ആരാധനാ കർമ്മങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ പ്രവർത്തികൾ അങ്ങനെ നന്മ ചെയ്ത് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരാൻ അവസാന ശ്വാസം വരെ ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.